Okay, let's start the class. Good evening, all. Today, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് എക്കണോമിക്സ് പേപ്പർ 1-ലെ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ മുന്നേ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സെഷൻ 2 ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ ദ സെഷൻ. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? കമന്റ് ഇടോ? ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. സോ നമുക്കറിയുന്നത് പോലെ പേപ്പർ 1 പ്രത്യേകിച്ചും മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി അത്യാവശ്യം ലാർജ് സിലബസ് ആണ്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ നമ്മൾ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് വളരെ ലിമിറ്റഡ് ക്ലാസ്സുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കോൺസെപ്റ്റുകൾ കംപ്ലീറ്റ്ലി പഠിച്ച് ശേഷം പ്രോബ്ലംസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. സോ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോഡിംഗ്, ഡീകോഡിംഗ്, അതേപോലെ നമ്പർ സീരീസ്, അതുപോലെ പെർസെൻറ്റേജ് കാണാനുള്ള കുറച്ച് മെത്തേഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിക്കൊണ്ട് ബാക്കിയുള്ള റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആവറേജ്, ഇൻട്രസ്റ്റ് പോലെയുള്ള ടോപ്പിക്കുകളെ ഒന്ന് പരിചയപ്പെടുക, അതിനുള്ള ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ചെറിയ ടിപ്പുകൾ അല്ലെങ്കിൽ ചെറിയ ഐഡിയകൾ നമുക്ക് എക്സാം ഹാളിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് വളരെ ഉപകാരപ്പെടും. സോ നമുക്ക് ഓരോന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളും തീർച്ചയായും ചെയ്യണം. അതേപോലെ ചാറ്റിൽ കമന്റ് ചെയ്യണം, ഇന്ററാക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ ക്ലാസ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താണ്. ഓക്കെ, സോ ടു ബിഗിൻ വിത്ത്, ലാസ്റ്റ് ഡേ നമ്മൾ പെർസെൻറ്റേജ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ശരിക്കും ഒരുപാട്, ഇപ്പം റേഷ്യോ ആണെങ്കിലും ആവറേജ് ആണെങ്കിലും ഇൻട്രസ്റ്റ് ആണെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു കോൺസെപ്റ്റ് പെർസെൻറ്റേജ് ആണ് ബേസിക്കലി. ഇപ്പൊ പെർസെൻറ്റേജിൽ നമുക്ക് അത്രത്തോളം ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ഏരിയകളെ അത് ബാധിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് പെർസെൻറ്റേജ് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടതാണ് പെർസെൻറ്റേജ്. അതേപോലെ നമ്മൾ ഒരു ക്രോസ് ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് ഒരു നമ്പറിന്റെ ഏതെങ്കിലും ഒരു പെർസെൻറ്റേജ് നമുക്കറിയാമെങ്കിൽ അതേ നമ്പർ തന്നെ വേറെ ഏത് പെർസെൻറ്റേജും കാണാൻ കഴിയുന്ന ഒരു ക്രോസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒരു നമ്പറിന്റെ 40% ടു സേ 300 ആണെന്നുണ്ടെങ്കിൽ ഇതേ നമ്പറിന്റെ 70% കാണാനുള്ള മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ്. അപ്പം ക്രോസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ രണ്ട് നമ്പേഴ്സ് ഉള്ളതിനെ നമ്മൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 70 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 40. ഒരാൾ മാത്രമുള്ള ആളെ ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാത്രമുള്ള ആളെ എഴുതാന്നുള്ളതാണ്. ചില സമയത്ത് നമുക്ക് ഇത് തീരെ ലോജിക്കൽ അല്ലാതെ തോന്നും, കാരണം വലിയ നമ്പേഴ്സ് ആയിരിക്കും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ വലിയ കാൽക്കുലേഷൻസിലേക്ക് പോകും, അതൊരുപാട് സമയം എടുക്കുന്നൊക്കെ തോന്നും. പക്ഷെ മിക്കവാറും ചോദ്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇത് വെട്ടിച്ചെറുതാക്കാൻ നമ്മൾ പറയല്ലോ, സിംപ്ലിഫൈ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ അതിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന് നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഇത് വെട്ടിച്ചെറുതാക്കാനും ചുരുക്കാനൊക്കെ കഴിയും. അപ്പോൾ ആഫ്റ്റർ ഓൾ സിമ്പിളായി മാറും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രശ്നമാണ് ഈ ബേസ് ലൈന് മനസ്സിലാവാതിരിക്കുക എന്നുള്ളത്. അതായത് ഇപ്പം 80 എന്നുള്ള ഒരു വാല്യൂ, ഇതിന്റെ 20% എന്ന് പറയുമ്പോൾ 80 ഇൻറ്റു 20/100 എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ചും പ്രൈസ് ഡിസ്കൗണ്ട് ഒക്കെ പറയുന്ന സമയത്താണ് ഇത് സംഭവിക്കാറുള്ളത്. അതായത് ഒരു സാധനം 100 രൂപക്ക് വിറ്റു, അപ്പൊ 20% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശരിക്കും 100ന്റെ 20% ആണോ, അല്ലെങ്കിൽ 100ന്റെ അകത്ത് 20% ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. സോ ഈ ബേസ് ആക്കി എടുക്കേണ്ട വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു വസ്തു 100 രൂപക്കാണ് വെക്കുന്നത്. ആ വെക്കുന്ന സമയത്ത് 25% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അവിടുത്തെ ബേസ് ഏതായിരിക്കും? അല്ലെങ്കിൽ 100 എന്ന് പറയുന്ന നമ്പർ എന്തായിരിക്കും? ഒന്ന് കമന്റ് ചെയ്യൂ, അല്ലെ പറയൂ. ഇവിടുത്തെ ബേസ് എത്രയാ? എത്ര?
അതായത് 100 രൂപയ്ക്ക് സാധനം വിറ്റു, 25% പ്രോഫിറ്റ് കിട്ടി. ഇവിടുത്തെ ബേസ്, സോറി ഞാൻ ചാറ്റ് കാണുന്നില്ല, ചാറ്റ് ചെയ്താലും മതി. ഓക്കെ, 100 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഒന്നുകൂടെ പറയാം. ഒരു സാധനം നമ്മൾ 100 രൂപയ്ക്ക് വിൽക്കുകയാണ്. ഓക്കെ, ചോദ്യമല്ല, ഞാൻ കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി പറയാണ്. 100 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പൊ വിൽക്കുമ്പോൾ നമുക്ക് 25% പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഈ 100 രൂപയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പെർസെന്റേജ് പറയുന്നതിന് ഒരു ബേസ് ഉണ്ടാവല്ലോ, ഏതെങ്കിലും ഒന്നിനെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ ഇത്ര പെർസെന്റേജ് ലാഭം എന്നൊക്കെ പറയാം. അപ്പൊ ലാഭം പറയുമ്പോൾ ആ ബേസ് ആക്കി എടുക്കുന്ന വാല്യൂ ഏതായിരിക്കും ഈ കേസിൽ, ഈ സ്പെസിഫിക് കേസിൽ? വോയിസിൽ എനിക്ക് ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നു. ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, വേറെ ആരൊന്നും പറയുന്നില്ലേ? തന്നെയാണോ? ഓക്കെ, ബേസിക്കലി ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിനാണ് നമ്മൾ ബേസ് ആക്കി എടുക്കുക. ഓക്കെ, കോസ്റ്റ് പ്രൈസ്. അപ്പൊ കോസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ ബേസ് ആക്കി എടുക്കുക. അതിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ഒക്കെ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 100 രൂപ, ഈ 100 രൂപയിൽ പ്രോഫിറ്റ് 25% പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ കോസ്റ്റ് 100% ആയിരിക്കും. കോസ്റ്റിനെ നമ്മൾ ബേസ് ആക്കി എടുക്കുക. കോസ്റ്റ് പ്ലസ് 25% പ്രോഫിറ്റ് ഉണ്ട് എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, കോസ്റ്റ് പ്ലസ് 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 100 എന്ന് പറയുന്ന RS 100 എന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റ് പ്രൈസിന്റെ 125% ആണ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ കൺഫ്യൂഷൻ ആവേണ്ടയില്ല. ഞാൻ പറയുന്നത് ബേസ് ഏതാക്കി എടുക്കും എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ അതിനുള്ള മെത്തേഡ് എന്ന് പറയും. അതേപോലെ ഫ്രാക്ഷൻ പെർസെന്റേജ് ഇക്വിവലൻസ്, സക്സസീവ് പെർസെന്റേജ് ചേഞ്ച്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സക്സസീവ് പെർസെന്റേജ് ചേഞ്ച് എന്ന് പറയുന്നത്, അതായത് നമ്മൾ 150 ഉള്ള ഒരു കമ്മോഡിറ്റി, അതിന് 10% ഡിസ്കൗണ്ട് കൊടുത്തു, എഗെയിൻ അതിന് മേലെ 20% ഡിസ്കൗണ്ട് പിന്നെയും കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ആകെ ഉണ്ടായിട്ടുള്ള നെറ്റ് എഫക്ട് എന്താണെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഈ നെറ്റ് എഫക്ട് കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ചോദിച്ചില്ലെങ്കിൽ നമ്മളത് എക്സാമിൽ ഉപയോഗപ്പെടുത്തേണ്ടി വരാറുണ്ട്. അതുപോലെ ക്രോസ് മെത്തേഡാണ് നേരത്തെ പറഞ്ഞതുപോലെ, ഏതെങ്കിലും ഒരു നമ്പറിന്റെ ഏതെങ്കിലും ഒരു പെർസെന്റേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേ നമ്പറിന്റെ വേറൊരു പെർസെന്റേജ് കാണാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇത് നമുക്ക് പലപ്പോഴും ഉപകാരപ്പെടും. പെർസെന്റേജ് മാത്രമല്ല, റേഷ്യോ ചോദിക്കുകയാണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദിക്കുകയാണെങ്കിലും ഒക്കെ ഉപകാരപ്പെടും. ഓക്കെ, ഇതാണ് പെർസെന്റേജിന്റെ ഒരു മൊത്തത്തിലൊരു പിക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആരുടെയും മൈക്ക് ഓൺ ആയിട്ടുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വൺ, റേഷ്യോ. റേഷ്യോ എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. ഞാൻ എന്തായാലും ഡെപ്തിലേക്ക് പോകുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് മാത്സ് വരുമ്പോൾ മിക്കവാറും ആളുകൾക്ക് നല്ല പേടിയായിരിക്കും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള തോന്നലുണ്ടാവും. പക്ഷെ അതിന്റെ റിയാലിറ്റി എന്താന്ന് പറഞ്ഞാൽ, മാത്സ് കുറെയൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ, അത് എക്സാമിന് വരുന്ന മാത്സ് കേട്ടോ, എക്സാമിന് വരുന്ന മാത്സ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും. കാരണം മിക്കവാറും ടൈപ്പ് ഓഫ് പ്രോബ്ലംസിന് നമുക്കൊരു മെത്തേഡ് ഉണ്ടാവും. ആ മെത്തേഡ് ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് ആൻസർ കിട്ടുന്ന ചോദ്യങ്ങളാണ് കോമ്പറ്റേറ്റീവ് എക്സാമിന്. പ്രത്യേകിച്ചും മാത്സ് അത്രത്തോളം അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകാറില്ലാത്ത നെറ്റ് എക്സാം പോലെയുള്ള, ഐ മീൻ ഐ എം കമ്പയറിംഗ് വിത്ത് സം കാറ്റ് എക്സാം, അതേപോലെയുള്ള ഭയങ്കര ഹൈലി അഡ്വാൻസ്ഡ് എക്സാം ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം പ്രശ്നമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് നെറ്റിനൊക്കെ ചോദിക്കാറുള്ളത്. സോ റേഷ്യോന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്കലി റേഷ്യോ എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പറുകളുടെ റിലേഷൻഷിപ്പിനാണ് നമ്മൾ റേഷ്യോ എന്ന് പറയാം. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ 100 ഇതേപോലെ 150, ഈ രണ്ട് നമ്പർ തമ്മിൽ റേഷ്യോ, ഈ രണ്ട് നമ്പർ തമ്മിൽ റിലേഷൻഷിപ്പ് നമുക്ക് പറയണം. റിലേഷൻഷിപ്പ് പറയേണ്ടി വരുമ്പോൾ നമ്മൾ അതിനെ റേഷ്യോ ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്പർ നമ്മൾ റേഷ്യോ ആക്കി പറയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ട് നമ്പർ കിട്ടി അത് തമ്മിൽ റേഷ്യോയിൽ പറയണമെങ്കിൽ
രണ്ട് പുള്ളി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ബേസിക്കലി 100:150 എന്ന് പറയുമ്പോൾ തന്നെ റേഷ്യോ മാറി. പക്ഷെ നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു റേഷ്യോ കിട്ടണമെങ്കിൽ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെ ചെറുതാക്കുക എന്നുള്ളതാണ്. ഇതെങ്ങനെ ചെറുതാക്കുക? ചെറുതാക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ യെസ് 10:15 ഇനിയും ചെറുതാക്കാൻ പറ്റും. എത്ര വരും? ഓക്കെ. അപ്പോ ചെറുതാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടിലും നമുക്ക് രണ്ടും മൾട്ടിപ്ലിക്കേഷനായി വരുന്ന ഒരു നമ്പർ കാണാം. എന്ന് പറഞ്ഞാൽ ഏതോ ഒരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ആണ് 100ഉം അതേപോലെ 150യും. ഈ കേസിൽ നമുക്ക് രണ്ടിന്റെ മൾട്ടിപ്പിൾസ് ആണ് 100, രണ്ടിന്റെ മൾട്ടിപ്പിൾ ആണ് 150 എന്ന് പറയാം. ഇനി അല്ലെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ ആണ് 100, 5ന്റെ മൾട്ടിപ്പിൾ ആണ് 150 എന്ന് പറയാം. അതോടൊപ്പം തന്നെ 10ന്റെ മൾട്ടിപ്പിൾ ആണ് 100, 10ന്റെ മൾട്ടിപ്പിൾ ആണ് 150 എന്ന് പറയാം. ഓക്കെ, അപ്പൊ 10ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 100ല് 10 പത്തുകളുണ്ട്, 150ല് 15 പത്തുകളുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് നേരത്തെ കമന്റ് പറഞ്ഞ 10:15 എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇനിയും ചെറുതാക്കാം. എങ്ങനെ? 10ലും 5 പോവും, 15ലും 5 പോവും. എന്ന് പറഞ്ഞാൽ 5ന്റെ മൾട്ടിപ്പിൾ ആണ് 10, 5ന്റെ മൾട്ടിപ്പിൾ ആണ് 15. സോ 10ല് 2 പ്രാവശ്യം 5 പോകുന്നുണ്ട്, 15ൽ 3 പ്രാവശ്യം പോകുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ബേസിക്കലി 2:3 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ റേഷ്യോന്റെ ചോദ്യങ്ങളിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്താന്ന് പറഞ്ഞാൽ മിക്കവാറും ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതായത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം. അതായത് ഒരു റേഷ്യോന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഒരു റേഷ്യോന്റെ വാല്യൂ ഇത്രയാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡിൽ ഈവൻ മൈൻഡിൽ പോലും നമുക്ക് ചെയ്യാൻ കഴിയും. അതായത് 2:3 രണ്ടുപേരുടെ സാലറിയുടെ അനുപാതം റേഷ്യോ 2:3 ആണ്. അവരുടെ ടോട്ടൽ സാലറി 5,000 ആണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, ഇവിടുത്തെ ടോട്ടൽ റേഷ്യോ 2:3 ഇതിന് 2x എന്നും ഇതിനെ 3x എന്ന് പറയുകയാണെങ്കിൽ ടോട്ടൽ 5 ആണ് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, 5x. ഓക്കെ, അപ്പൊ 5 റേഷ്യോ ആണ് 5,000. അതിങ്ങനെ ആലോചിക്കുക, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 5 റേഷ്യോ ആണ് 5,000. അപ്പൊ ഒരു റേഷ്യോ എത്രയായിരിക്കും? ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1000 ആയിരിക്കും. അപ്പൊ ഇയാളുടെ സാലറി 2x1000 2000, ഇയാളുടെ സാലറി 3x1000 3000. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ എന്ത് ചെയ്യാം, അവിടെ കൂടുതലായിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കോൺസെപ്റ്റ് ആണ്. അഗെയിൻ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ആ ബേസ് ചെയ്തെടുക്കും എന്നുള്ളത്. അതായത് കോസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ സാധാരണഗതിയിൽ ബേസ് ആക്കി എടുക്കുക. ഇഫ് നോട്ട് മെൻഷൻ അതർവൈസ്, അങ്ങനെ അല്ലാന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. അതായത് ചില കേസിൽ പറയും സെല്ലിംഗ് പ്രൈസിനെ ബേസ് ആക്കി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങനെ എടുത്താൽ മതി. അതർവൈസ് കോസ്റ്റ് പ്രൈസ് ആണ് നമ്മൾ ബേസ് ആക്കി എടുക്കുക. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് 100 രൂപയ്ക്ക് വെക്കുമ്പോൾ അയാൾക്ക് 25% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ കോസ്റ്റ് 100% പ്ലസ് അയാളുടെ പ്രോഫിറ്റ് 25% ആണ് എന്ന് പറഞ്ഞാൽ ആകെ 125% ഓഫ് ദ കോസ്റ്റ് പ്രൈസ് ആണ് അയാളുടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ടുള്ള 100 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കോസ്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? 100% കണ്ടാൽ മതി. ഓക്കെ, അപ്പോ ഇതാണ് കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ. നമുക്ക് എന്തായാലും പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാകും. ഓക്കെ, യെസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നതായിരിക്കും, വലിയ ഇക്വേഷൻസ് ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, കുറെ ഇക്വേഷൻസ് ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന ഒരു സാധനമാണ് ഇൻട്രസ്റ്റ്. പക്ഷെ ഇതിന്റെ രസം എന്താന്ന് പറഞ്ഞാൽ ഈവൻ ഞാനും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് കണ്ടൊരു സാധനമാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് ഇത് വേറൊരു സാധനമാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അങ്ങനെ ഒരു സാധനമല്ല ഇവിടെ പഠിക്കാനുള്ളത് നമുക്ക് മനസ്സിലാവും. കുറെയൊക്കെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് പോലെയല്ല, അതിൽ ഡിഫിക്കൽട്ടി ഉണ്ട്. കാരണം മുതലിന്റെ പലിശ കണക്കാക്കണം, പിറ്റത്തെ വർഷം മുതലിനും പലിശക്കും പലിശ കണക്കാക്കണം, പിറ്റത്തെ വർഷം മുതലിനും പലിശക്കും അങ്ങനെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമായിരുന്നു. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന മാത്സ് അല്ല എക്സാമിന് പഠിക്കാനുള്ളത്. എക്സാമിന് മിക്കവാറും മെത്തേഡ്സ് ആണ്. ആ മെത്തേഡ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോ ഇതിൽ പ്രിൻസിപ്പിൾ എന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടൈം എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്, മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ എത്ര വർഷം എന്നുള്ളതാണ് പഠിക്കുന്നത്.
ശരിക്കും പറഞ്ഞാൽ ഡ്യൂറേഷൻ, അതായത് ചിലപ്പോൾ 6 മാസം കൂടുമ്പോൾ പലിശ കണക്കാക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ 6 മാസം കൂടുമ്പോൾ ടൈം ഒന്നാവും. ഓക്കെ, അത് ഇവിടെ. പിന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് എക്സ്ക്ലൂസീവ്ലി ഓൺ ദ ഒറിജിനൽ പ്രിൻസിപ്പിൾ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രിൻസിപ്പലിന്റെ മേലെ പ്ലസ് അക്യുമുലേറ്റഡ് ഇൻട്രസ്റ്റിന്റെ മേലെ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നതിനാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ ട്രീ മെത്തേഡ്. ഈ ട്രീ മെത്തേഡ് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഉപയോഗിക്കുന്ന കാര്യമാണ് ട്രീ മെത്തേഡ്. ഭയങ്കര എളുപ്പത്തിൽ എത്ര കോംപ്ലിക്കേറ്റഡ് ചോദ്യങ്ങൾക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ വരുന്ന ഒരു മെത്തേഡാണ് ട്രീ മെത്തേഡ്. നിങ്ങൾക്ക് ഈ നെറ്റിനേക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലേ പോലും വരുന്ന എക്സാമുകളിലേക്ക് എന്തായാലും നിങ്ങൾ ഈ മെത്തേഡ് പഠിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ വേറൊരു കോൺസെപ്റ്റ് ആണ്. ഈ കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട്, PYQ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ലൈവിലുണ്ടല്ലോ അല്ലേ? ഓക്കെ, യെസ്. ഇതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ ആണ്, ദിസ് വൺ. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് 4 വർഷം കൊണ്ട് ഒരു എമൗണ്ട് ഡബിളായി മാറിയിട്ടുണ്ട്. 4 വർഷം കൊണ്ട് ഒരു എമൗണ്ട് ഡബിളായി മാറി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആയി. ഓക്കെ, 2 ടൈംസ് ആവെന്ന് പറഞ്ഞാൽ ഡബിൾ ആവാന്നല്ല. ഓക്കെ, 4 വർഷം കൊണ്ട് ഡബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ചോദ്യം എന്ന് പറഞ്ഞാൽ 8 ടൈംസ് ആവാൻ 8 മടങ്ങ്, അതായത് ഇതിങ്ങനെ കൂടിക്കൂടി വരുമല്ലോ, പലിശ കൂടി 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 വരും. 8 മടങ്ങാവാൻ എത്ര വർഷം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെയൊക്കെ ചോദ്യം വരാറുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ആലോചിച്ചാൽ ഒരു ഐഡിയ കിട്ടാത്തൊരു സാധനമാണ്. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മെത്തേഡ് ഉണ്ട്. ഇവിടുത്തെ മെത്തേഡ് എന്താന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ 2 വർഷം കൊണ്ടാണ്, 4 വർഷം കൊണ്ട് 2 ടൈംസ് ആയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ 2 ടൈംസ് ആയി. അതിനടുത്ത സമയം എത്രയാണ്? 4 വർഷം. നമ്മൾ അതിനെ വൈ എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? വൈ എന്ന് വിളിക്കുക. 4 വർഷം കൊണ്ടാട്ടോ 2 ടൈംസ് ആയത്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുക 4 ടൈംസ് ആവാൻ എത്ര സമയം എടുക്കും? 4 ടൈംസ് ആവാൻ എത്ര സമയം എടുക്കും? 8 ടൈംസ് ആവാൻ എത്ര സമയം എടുക്കും? 16 ടൈംസ് ആവാൻ എത്ര സമയം എടുക്കും? ഇങ്ങനെ ചോദിക്കുള്ളൂ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങനെ ചോദിക്കുള്ളൂ. 4, 8, 16 ഇതല്ലാത്ത ചോദ്യം ചോദിക്കൂല. കാരണം മെത്തേഡിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ 2 ടൈംസ് ആണെങ്കിൽ 1 ഇൻറ്റു വൈ. അത് ഇനീഷ്യലി നമുക്ക് ഡബിൾ ആവാൻ 4 ഇയേഴ്സ് ആണല്ലോ എടുത്തത്. അത് 1 ടൈംസ് ഉള്ള എമൗണ്ട് 2 ടൈംസ് ആവാൻ 4 ഇയേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 4 ഇയേഴ്സ് ആണ് വൈ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ 2 ടൈംസ് ആവണമെങ്കിൽ 1 ഇൻറ്റു വൈ, അതായത് ഇവിടെ 4 വൈ, അപ്പോ 1 ഇൻറ്റു 4. അപ്പൊ 4 വർഷം കൊണ്ട് എന്താവും? 2 ടൈംസ് ആവും. ഇനി 4 ടൈംസ് ആവണമെങ്കിൽ 4 എന്ന് പറഞ്ഞാല് 2 സ്ക്വയർ ആണല്ലോ, 2 പവർ 2 ആണല്ലോ. അപ്പൊ 2 ഇൻറ്റു 4, 8 വർഷം കൊണ്ട് എന്താവും? 4 ടൈംസ് ആവും. ഇനി 8 ടൈംസ് ആവണമെങ്കിൽ 8 എന്ന് പറയുന്നത് 2 പവർ 3 ആണ്. ഓക്കെ, അപ്പോ 3 ഇൻറ്റു 4 എത്രയാ? 12 വർഷം കൊണ്ടാണ് 8 ടൈംസ് ആവാം. ഓക്കെ, ടൈംസ്. യെസ്. 16 ടൈം എന്ന് പറയുന്നത് 16 എന്ന് പറയുമ്പോൾ 2 പവർ 4 ആണ്. അപ്പൊ 4 ആണ് നമുക്ക് വേണ്ട കേട്ടോ. 4 ഇൻറ്റു 4, 16 ഇയേഴ്സ് കൊണ്ടാണ് 16 ടൈംസ് ആവാം. ഇനി 32 ടൈംസ് ആവണമെങ്കിൽ 5 ഇൻറ്റു 4, 20 ഇയേഴ്സ് കൊണ്ട് 32 ടൈംസ് ആവും. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടാവും. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് പറയൂ, അല്ലെങ്കിൽ നോ പറയൂ. ഞാൻ എന്തായാലും ഇതിന്റെ പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അപ്പൊ നമുക്ക് എന്തായാലും മനസ്സിലാവും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ? ഓക്കെ, നമുക്ക് എന്തായാലും പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാം. ഓക്കെ, സോ ഇതേപോലെ ട്രീ മെത്തേഡ് ഓർമ്മിക്കുക. ട്രീ മെത്തേഡ് എന്തായാലും പഠിച്ചു വെക്കണം. ഇപ്പൊ പഠിച്ചിട്ടില്ലെങ്കിലും പിന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇത് വല്ലപ്പോഴൊക്കെ ചോദിക്കുള്ളൂ. പക്ഷെ അങ്ങനെ പഠിച്ചു വെച്ചാൽ ചോദിക്കുമ്പോൾ നമ്മൾ വെറുതെ 2 മാർക്ക് കളയണ്ടല്ലോ. നമ്മൾക്ക് കട്ട് ഓഫ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുന്നത് 2 മാർക്കിനും 1/2 മാർക്കിനും ആണല്ലോ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, PYQ പോവാം. ഓക്കെ, സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യന് ആക്ച്വലി പെർസെൻറ്റേജ് ഇതിലുണ്ട്. പിന്നെന്തൊക്കെയുണ്ട്? റേഷ്യോ ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും മിക്സ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇതിന് ആൻസർ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയും, എന്നിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം.
എനിബഡി? നിങ്ങൾ ചെയ്തു നോക്കൂ. ഓക്കെ, ആരൊന്നും പറയുന്നില്ല. ആരുമില്ലേ? എല്ലാരും പോയോ? 10 പേരുണ്ടല്ലോ. 2000. 2000 ഓപ്ഷൻ ഇല്ലല്ലോ. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ആവശ്യം വരും. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യനിൽ സിമ്പിൾ ടാസ്ക് അല്ല, ഡബിൾ ടാസ്ക് ഉണ്ട്. അതായത് ബേസിക്കലി നമുക്ക് ഉള്ളത് 20,000 രൂപ ഒരു ഇൻവെസ്റ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആർക്ക് 3 മാർക്കറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്, 3 ഏരിയയിലേക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 3 കമ്പനിന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പോ 20,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴുള്ള റേഷ്യോ ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? 4,200 യെസ്, അതാണ് ആൻസർ. ഓക്കെ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? അപ്പൊ ഇതിന്റെ റേഷ്യോ നമ്മൾ 2:3:5 എന്നുള്ളതാണ് റേഷ്യോ. അപ്പോ ഇതിന്റെ ഒരു ലോജിക് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ടോട്ടൽ എമൗണ്ട് 20,000 ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ റേഷ്യോനെ നമ്മൾ ടോട്ടൽ ചെയ്യാം. ഓക്കെ, റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 എന്നുള്ള അല്ല ഉദ്ദേശം. റേഷ്യോയിൽ 2 എന്ന് പറയുമ്പോൾ നമ്മൾ ഏതോ ഒരു നമ്പറിന് ചെറുതാക്കിയതായിരിക്കും. അപ്പൊ ഏത് നമ്പറിനെ ചെറുതാക്കിയാൽ നമുക്കറിയില്ല. നമുക്ക് അതിനെ 2x എന്ന് വിളിക്കാം, 3x എന്ന് വിളിക്കാം, 5x എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇതാണ് 20,000 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലോജിക് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിനെ ടോട്ടൽ ചെയ്യാണ്. 2 + 3 5, 5 + 5 10. ആകെ എത്ര റേഷ്യോ ഉണ്ട്? ആകെ 10 റേഷ്യോ ഉണ്ട്. ഓക്കെ, ആകെ 10 റേഷ്യോ ഉണ്ട്. 10 റേഷ്യോ ആണ് 20,000. അങ്ങനെയാണെങ്കിൽ ഒരു റേഷ്യോ എത്രയായിരിക്കും? 20,000 ഡിവൈഡഡ് ബൈ 10. നമുക്കറിയാം ഇതൊരു കിട്ടുണ്ടോ? നമ്മൾ 20,000 ഇൻറ്റു 2/10 ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കിയാൽ നമുക്ക് മൈൻഡിലൊക്കെ പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ്. അതായത് 10 റേഷ്യോ 20,000 ആണ്. 2ഉം 3ഉം 5ഉം കൂട്ടുമ്പോൾ 10 കിട്ടും. ആ 10 റേഷ്യോ എന്ന് പറഞ്ഞാൽ 20,000 ആണ്. അപ്പൊ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 2,000 ആണ്. അപ്പൊ എന്ത് കിട്ടി? ഒരു റേഷ്യോ എത്രയെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഒന്നാമത്തെ എടുക്കുകയാണെങ്കിൽ അയാളുടെ റേഷ്യോ 2 ആണ്. ഒരു റേഷ്യോ 2,000 ആണല്ലോ. അപ്പൊ 2 റേഷ്യോ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? അയാൾക്ക് കൊടുക്കുന്നത്, അല്ലെ ആ കമ്പനി കൊടുക്കുന്നത് 4,000 ആണ്. രണ്ടാമത്തെ ആളുടെ റേഷ്യോ എത്രയാണ്? 3x ആണ്. അതായത് 3 റേഷ്യോ. ഒരു റേഷ്യോ 2 ആണെങ്കിൽ 3 റേഷ്യോ എത്ര ഉണ്ടാവും? 6,000 ഉണ്ടാവും. ഇനി മൂന്നാമത്തെ ആളുടെ 5x, 5 റേഷ്യോ ആണ്. ഒരു റേഷ്യോ 2,000 ആണെങ്കിൽ 5 റേഷ്യോ 10,000 ആണ്. ഓക്കെ, ഇത് മനസ്സിലായോ എങ്ങനെ ഡിവൈഡ് ചെയ്തെന്നുള്ള? 2, 3, 5 ആകെ 10 റേഷ്യോ ഉണ്ട്. 10 റേഷ്യോ എന്ന് പറയുന്നത് 20,000 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു റേഷ്യോ 2 ആയിരിക്കും. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ആളുടെ കയ്യിൽ 2 റേഷ്യോ ഉണ്ട്, അപ്പൊ 4,000. രണ്ടാമത്തെ ആളുടെ കയ്യിൽ 3 റേഷ്യോ ഉണ്ട്, അവിടെ 6,000. അടുത്ത ആളുടെ കയ്യിൽ 5 റേഷ്യോ ഉണ്ട്, അവിടെ 10,000. ഇങ്ങനെയാണ് 3 കമ്പനികൾക്ക് പൈസ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 3 കമ്പനികൾക്ക് കിട്ടിയ പൈസ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? അതിന്റെ ഡിവിഡൻഡ് കണ്ടാൽ മതി. ഡിവിഡൻഡ് പറഞ്ഞാൽ ലാഭമാണ്. അപ്പൊ ഒന്നാമത്തെ ആൾക്ക് 10%. ഒന്നാമത്തെ ആളുടെ 10% എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 4,000ന്റെ 10% എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്, 400. ഇനി 6,000ന്റെ 30%. 30% എങ്ങനെ കാണാം? അതായത് 10% ആണെങ്കിൽ ഒരു പോയിന്റ് ഇപ്പുറത്ത് ഇവിടെ ഒരു പോയിന്റ് ഇട്ടാൽ മതി. ഇപ്പൊ 400 കിട്ടും. അല്ലെങ്കിൽ ഒരു 0 വെട്ടിയാൽ മതി, 0 അല്ലെങ്കിൽ. അപ്പൊ ഇവിടെ 10% എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഇവിടെ പോയിന്റ് ഇട്ടാൽ 600 ആണ്. അപ്പൊ 30% എന്ന് പറയുമ്പോൾ 1,800 ആണ്. ഓക്കെ, ഇനി 10,000ന്റെ എത്ര ശതമാനമാണ്? 20%. അത് എത്രയാണ്? 10,000ന്റെ 10% 1,000 ആണ്, 20% 2,000 ആണ്. ഓക്കെ, ഇത് മൊത്തം കൂട്ടുക. മൊത്തം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 0, 0, 8, 4, 12, 1 ബാക്കി, 3, 1, 4, 4,200 കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ആൻസറിലേക്ക് എത്തുന്നത്.
ഇത് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അതായത് നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഞാൻ ഇത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കൂടെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് സ്ലോ ആയിട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലേ? ഫൈൻ. ഓക്കെ, നെക്സ്റ്റ്. യെസ്, സിമ്പിൾ ആണ്. ഓക്കെ, ഇതേപോലെ ചെയ്താൽ മതി. ഇവിടെ വേറെ കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ് 2:3:5 റേഷ്യോ. ഓക്കെ, അപ്പോൾ നമുക്കുള്ളത് ടോട്ടൽ എമൗണ്ട് ആണുള്ളത്. ടോട്ടൽ എമൗണ്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ ടോട്ടൽ കണ്ടത്. ഓക്കെ, ഇനി ചോദ്യം ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും തമ്മിലുള്ള വ്യത്യാസം 5000 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അതായത് ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും തമ്മിലുള്ള വ്യത്യാസം 5000 ആണെന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ എന്ത് സംഭവം? 2 റേഷ്യോ ഉണ്ട്, 3 റേഷ്യോ ഉണ്ട്. ഓക്കെ, ഇയാൾക്ക് 2 റേഷ്യോ, ഇയാൾക്ക് 3 റേഷ്യോ. അപ്പൊ ഇവർ റേഷ്യോ തമ്മിൽ വ്യത്യാസത്തിലാണ്. ഇയാളെക്കാളും 1 റേഷ്യോ കൂടുതലാണ് ഇയാൾക്ക്. ഓക്കെ, അപ്പൊ എത്ര കൂടുതൽ? 1 റേഷ്യോ കൂടുതലാണ്. 1 റേഷ്യോ കൂടുതലാണ്. അത് എത്രയാണ്? 5000 കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 റേഷ്യോ എത്രയാണ്? 5000. 1 റേഷ്യോ 5000 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് 2 റേഷ്യോ ഉണ്ട്, ഇയാൾക്ക് 3 റേഷ്യോ ഉണ്ട്, ഇയാൾക്ക് 5 റേഷ്യോ ഉണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ലോ, ഇയാൾക്ക് 5 റേഷ്യോ എന്ന് പറയുമ്പോൾ 1 റേഷ്യോ 5000, 5000 × 5 25,000 എന്നൊക്കെ കിട്ടും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് 1 റേഷ്യോ കിട്ടുമ്പോൾ ഡിഫറൻസ് വേണമെങ്കിൽ ഡിഫറൻസ് കാണാം, സമ്മ് വേണമെങ്കിൽ സമ്മ് കാണാം, ഒക്കെ കാണാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഒരു മെച്ചം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, 2 കൊളീഗ്സ് തമ്മിൽ ഏജിന്റെ റേഷ്യോ 4:5 ആണ്. ചെയ്തു നോക്കൂ. ഓക്കെ, 5:6 പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ചെയ്യുന്നവർ ചെയ്യാം, മനസ്സിലാവാത്തവർ എൻ്റെ കൂടെ ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോ ഇവിടെ അഗൈൻ സം ആണ് പറയുന്നത്. സം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കൂട്ടുന്നു. 9 റേഷ്യോ എത്ര എന്ന് പറയുന്നുണ്ടോ? ഉണ്ട്. 9 റേഷ്യോ 54 ആണ്. 54 എവിടെ നിട്ടി? 54 ഇവിടെ പറയുന്നുണ്ട്, സം ഓഫ് ദ റേഷ്യോ. 9 റേഷ്യോ എവിടെ നിട്ടി? ഈ റേഷ്യോ 2 കൂട്ടി. 9 റേഷ്യോ 54 ആണ്. അപ്പൊ 1 റേഷ്യോ എത്രയാണ്? 54/9 എത്രയാണ്? 54/9 എന്ന് പറയുമ്പോൾ 6 ആണ്. 1 റേഷ്യോ 6 ആണ്. ഓക്കെ, അപ്പോൾ അവരുടെ വയസ്സ് കാണാൻ പറ്റുമല്ലോ. 1 റേഷ്യോ 6 ആണെങ്കിൽ 4 റേഷ്യോ എത്രയാണ്? 24. 5 റേഷ്യോ എത്രയാണ്? 30. ഇവരുടെ നിലവിലെ വയസ്സ് 24, 30 ആണ്. നമുക്ക് 1 റേഷ്യോ എന്നുള്ള ഒരു ഒരു ഇമാജിനേഷൻ മനസ്സിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിൽ ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ മെച്ചം. ഓക്കെ, 1 റേഷ്യോ 6 ആണെന്ന് കിട്ടി. അപ്പോ 4 റേഷ്യോ ഉള്ള ആളുടെ ഏജ് 24, 5 റേഷ്യോ ഉള്ള ആളുടെ ഏജ് 30. ഓക്കെ, ഇനി പറയുന്നത് 6 വർഷം കഴിഞ്ഞാൽ എത്രയായിരിക്കും വയസ്സ്? സിമ്പിൾ ആണ്. ഇയാൾക്ക് 6 വയസ്സ് കൂടും, ഇയാൾക്ക് 6 വയസ്സ് കൂടും. അപ്പോൾ ഇവരുടെ ഏജ് 30ഉം 36ഉം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ റേഷ്യോയിൽ പറയാ? സിമ്പിൾ ആണ്, 30:36. ഓക്കെ, പക്ഷെ 30:36 ഇതിലില്ല, ഉണ്ടാവില്ല. കാരണം ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ 30ലും 36ലും പോകുന്ന നമ്പർ ഏതാണ്? ഏതൊരു നമ്പറിന്റെ മൾട്ടിപ്പിൾസ് ആണ് 30? അതേ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ് 36. 6 ആണ്. 6. 6 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഉപയോഗിക്കാം. 6 ചെയ്യുമ്പോൾ 30ൽ 5 പ്രാവശ്യം 6 പോവും, 36ൽ 6 പ്രാവശ്യം 6 പോവും. 5:6 എന്നുള്ളതാണ് എന്റെ ഉത്തരം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. ഇല്ല? ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, ഇതിന്റെ ആൻസർ പറയും, ഞാൻ ചെയ്യുന്നില്ല. സിമ്പിൾ ആയിട്ട് പറയും. സിമ്പിൾ ആണ്. ചെറിയ വ്യത്യാസമുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷെ സിമ്പിൾ ആണ്. റേഷ്യോ 3:5 ആണ്. ബ്ലൂ മാർബിൾ ആൻഡ് റെഡ് മാർബിൾ. ബ്ലൂ മാർബിൾ ആണ് 3, റെഡ് മാർബിൾ ആണ് 5. 24 ബ്ലൂ മാർബിൾ ഉണ്ട്. So we will get 1 ratio because 3 ratio is equal to something. So we get 1 ratio. 1 ratio കിട്ടി കഴിഞ്ഞാൽ ആകെ എത്ര റേഷ്യോ ഉണ്ട്? 8 റേഷ്യോ ഉണ്ട്. 1 ratio കിട്ടി കഴിഞ്ഞാൽ 8 റേഷ്യോ കാണാൻ കഴിയും. ഓക്കെ, 1 ratio എന്ന് പറഞ്ഞാൽ എത്രയാ? 40 അല്ല. 40 ആണോ? അല്ല. 1 റേഷ്യോ എത്രയാ ഒന്ന് പറയാം ആരെങ്കിലും? മൈക്ക് ഓപ്പൺ ആക്കിയിട്ട്. 1 റേഷ്യോ 3 അല്ലല്ലോ. 3 ആണോ? അല്ല. ഓപ്ഷൻ എ ആണ് ആൻസർ. ദിംന ജോസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താ സംഭവം? 64. അശ്വതി പറഞ്ഞു യെസ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ ആരെങ്കിലും വോയിസ് ഓൺ ആക്കിയിട്ട്? കിട്ടിയവര്?
യശ്വതി, ദിന്ന ജോസ് വരൂലേ? ഓക്കെ, ഞാൻ പറയാം. ബ്ലൂ മാർബിളിന്റെ റേഷ്യോ 3 റെഡ് മാർബിളിന്റെ റേഷ്യോ 5 ഓക്കെ. ക്വസ്റ്റിൽ പറഞ്ഞത് 24 ബ്ലൂ മാർബിൾ ഉണ്ട്. ബ്ലൂ മാർബിൾ എത്രയുണ്ട്? 24. ഈ ബ്ലൂ മാർബിളിന്റെ റേഷ്യോ 3 പറഞ്ഞല്ലോ. 3 റേഷ്യോ ആണ് 24. അപ്പൊ ഒരു റേഷ്യോ എത്രയാണ്? 24/3 8 ഒരു റേഷ്യോ ഈസ് ഇക്വൽ ടു 8. ഒരു റേഷ്യോ 8 പിന്നെ സിമ്പിൾ അല്ലേ? പിന്നെ എന്താ ചോദിച്ചെന്താ? റെഡ് മാർബിളാ ചോദിച്ചെന്ന് വിചാരിക്കുക. റെഡ് മാർബിൾ റേഷ്യോ 5 ഒരു റേഷ്യോ 8 നമുക്കത് കാണാൻ കഴിയും. പക്ഷെ അതല്ല ചോദിച്ചത്. എന്താ ചോദിച്ചത്? ടോട്ടൽ നമ്പർ ഓഫ് മാർബിൾ. അപ്പൊ ടോട്ടൽ റേഷ്യോ കാണാം. ടോട്ടൽ റേഷ്യോ എത്രയാ? 3 + 5 8. ഓക്കെ, 8 റേഷ്യോ കാണണം. ഒരു റേഷ്യോ 8 കണ്ടിട്ടുണ്ട്. സോ ടോട്ടൽ കാണാൻ എന്ത് ചെയ്യാ? 8 ഇൻറ്റു ഒരു റേഷ്യോ 8 ആയതുകൊണ്ട് 8 64. ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? യെസ് പറയോ? ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റിലേക്ക് വന്നു. ഓക്കെ, സിമ്പിൾ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യും. പ്രിൻസിപ്പിള് 10,000 സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ 2 വർഷമായിട്ട് ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്രയും എന്റെ ടോട്ടൽ വാല്യൂ എത്ര ആയിട്ടുണ്ട്? എന്റെ ക്യാപിറ്റൽ സമ്മേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് മാത്രമല്ല, ടോട്ടൽ വാല്യൂ 10,000 ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 വർഷം ഡെപ്പോസിറ്റ് ചെയ്തപ്പോ 10,000 ആയി. പിന്നെ പറയുന്നത് എന്താ? 3 വർഷം കഴിഞ്ഞപ്പോ, അതായത് ഒരു വർഷം കൂടെ കഴിഞ്ഞു. ഓക്കെ, എത്രയും മാറി? 11,000 ആയിട്ട് മാറി. ഓക്കെ, അക്രോസ് 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ആകെ 3 വർഷത്തിനിടയിൽ എന്നാ പറയുന്നത്. അപ്പോ 2 വർഷം ആയപ്പോ 10,000 ആയിരുന്നു, 3 വർഷമായപ്പോ 11,000 ആയി. ഓക്കെ, അപ്പോ ഈ ഒരു വർഷം കൊണ്ട് എത്ര കൂടി? 1 ഇയർ കൊണ്ട് കൂടിയത് 10,000 അല്ലേ? എത്ര കൂടി? 1000. 1 ഇയർ കൊണ്ട് 1000 കൂടി. അതായത് ഒരു വർഷം പലിശയായിട്ട് കിട്ടുന്നത് 1000 സോറി 1000. ഒരു വർഷം പലിശയായി കിട്ടുന്ന 1000. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 വർഷം മുന്നേ എത്രയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുക? അതാണ് ചോദ്യം. സിമ്പിൾ അല്ലേ? എന്ത് ചെയ്താൽ മതി? 2 വർഷം കൊണ്ട് 10,000 ആയല്ലോ. അപ്പൊ 2 വർഷം എന്ന് പറയുമ്പോൾ രണ്ട് വർഷത്തെ ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട്. ഒരു വർഷം 1000 കൂടിയിട്ടുണ്ട്. 2 വർഷം എന്ന് പറയുമ്പോൾ 2000 കുറക്കണം, 8000. ഓക്കെ, 8000 ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 12. 8000 ഒന്ന് മാത്രമേ ഉള്ളൂ, കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ പോണേ. 8000 എന്ന് പറയുന്നത് 100%. പ്രിൻസിപ്പിൾ ആണല്ലോ? ആണ്. 1000 എത്ര എന്നുള്ളത് നമുക്ക് കാണണം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? ആ ക്രോസ് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, 1000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 8000. ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അപ്പുറത്ത് ഇപ്പുറത്ത് ഉള്ള നമ്പറുകൾ തമ്മിൽ ഗുണിക്കുക, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഇവിടെ 2 0 വെട്ടി, ഇവിടെ 2 0 വെട്ടി, ഇവിടെ 1 0 വെട്ടി, ഇവിടെ 1 0 വെട്ടി. സോ 100/8. 100/8. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് 1/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 50% ആണ് അല്ലെ? ഇത് ഓർമ്മിച്ച് വെക്കണം കേട്ടോ ഈ കാര്യം. 1/3 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 33.33% ആണ്. ഓക്കെ, 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25% ആണ്. ഇനി 1/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 20% ആണ്. ഓക്കെ, പിന്നെ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് 1/8. 1/8 എന്ന് പറയുമ്പോൾ 1/4 നേരെ പകുതി ആയിരിക്കും. 1/8 എന്ന് പറഞ്ഞാൽ 12.5 ആയിരിക്കും. അതായത് 12.5 ആയിരിക്കും. ഓക്കെ, ഇവിടെ 100/8 എന്നുള്ളതാണ്. 100/8 എന്ന് പറയുമ്പോൾ അത് 1/8 ഇൻറ്റു 100 ആണ് ബേസിക്കലി. എന്ന് പറഞ്ഞാൽ സോറി, പെർസെൻറ്റേജ് ആട്ടോ ഇത് പറയുന്നത്. 1/8ന്റെ പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇത് 12.5 ആണ്.
1/8 എന്ന് പറയുമ്പോൾ 1/8 എന്ന് പറയുമ്പോൾ അതിന് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആഹ് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. 1/8 പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 100 കൊണ്ട് ഗുണിക്കുകയാണല്ലേ ചെയ്യുക. അപ്പോൾ 1/8 പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 12.5 ആണ്. ഓക്കെ, അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് 12.5 ആണ്. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ കൺഫ്യൂഷൻ ആവേണ്ട, അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, നമ്മളൊന്ന് പറഞ്ഞ കോഡിംഗ് സീരീസിന്റെ ഒരു സംഭവമാണ്. ഇതെങ്ങനെയാ ചെയ്യാം? നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ടെക്നിക്ക് എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വരികയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഒന്നാമത്തെ ഇതിൽ 2 ആൽഫബറ്റുകളാണ് ഓരോന്നിലുള്ളത്. അപ്പോൾ ഓരോ സെക്ഷനിലെയും ഒന്നാമത്തെ ആൽഫബറ്റ് അടുത്ത സെക്ഷനിൽ ഒന്നാമത്തെ ആൽഫബറ്റ് ആകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എ സി ആകുന്നത് എങ്ങനെയാണ്? സി ഇ ആകുന്നത് എങ്ങനെയാണ്? ഇ ജി ആകുന്നത് എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതേ രീതിയിൽ അടുത്ത ആളെ കണ്ടുപിടിക്കുക. ഇവിടുത്തെ ആൻസർ എന്താ? നിങ്ങൾ പറയും. യെസ്, IR ആണ് അല്ലെ? അതായത് +2 ആണ് ഇവിടെ സംഭവിക്കുന്നത്. യെസ്, +2 എ സി ആവുന്നു, സി ഇ ആവുന്നു. ഇത് അഗൈൻ +2 എന്ന് പറയുമ്പോൾ I ആയിരിക്കും. ഇനി ZX ആകുന്നത് എങ്ങനെയാ? -2 ആണ്. -2, അതായത് Z 26ാമത്തെ ആളാണ്, X 24ാമത്തെ ആളാണ്. എങ്ങനെ 24? 4 കൊമ്പുണ്ട്, അപ്പൊ 24 ഓർമ്മിക്കാം. വി എന്ന് പറയുമ്പോൾ വിക്ടറി എന്ന് പറയുമ്പോൾ 2 വിരല്, 2 2 22, 22ാമത്തെ ആളാണ്. ടി എന്ന് പറയുമ്പോൾ T20, 20ാമത്തെ ആളാണ്. അപ്പൊ അടുത്ത എന്തായിരിക്കും? 18ാമത്തെ ആളായിരിക്കും. 18 എന്ന് പറയുമ്പോൾ 6നെയാണ് നമുക്ക് 8 പോലെ എഴുതാൻ കഴിയുക. അപ്പൊ 6ആണ് ആള്. സോ IR എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, യെസ്, എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണെങ്കിൽ, ഓക്കെ, ഇതാണ് ഞാൻ തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതൊന്ന് പറയൂ. ഓക്കെ, ഇത് ചെയ്യും, നിങ്ങൾ ചെയ്യും, ട്രൈ ചെയ്യും, ഞാൻ കൂടെ ചെയ്യാം. ഒരു എമൗണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് നോക്കേണ്ട ആവശ്യമുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോ 4 വർഷം കൊണ്ട് ഡബിൾ ആവുന്നുണ്ട്. 4 വർഷം കൊണ്ട് ഡബിൾ ആവുന്ന പറഞ്ഞാൽ 2 ടൈംസ് ആവാണ്. ഓക്കെ, 2 ടൈംസ് ആവാൻ എത്ര വർഷം എടുത്തു? 4 ഇയേഴ്സ് എടുത്തു. അപ്പൊ ഈ 4 എന്നുള്ളതാണ് നമ്മുടെ Y. ഓക്കെ, നമ്മുടെ Y എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, Y വാല്യൂ. ഇനി എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകിൽ 2 ടൈംസ്, 4 ടൈംസ്, 8 ടൈംസ്, 16 ടൈംസ്, ഇങ്ങനെയൊക്കെ ആവുന്നേ ചോദിക്കുള്ളൂ. അതായത് 2 എന്ന് പറഞ്ഞാൽ 2 പവർ 1, 4 എന്ന് പറഞ്ഞാൽ 2 പവർ 2, 8 എന്ന് പറഞ്ഞാൽ 2 പവർ 3, 16 2 പവർ 4, ഇങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, എത്ര ടൈംസ് ആണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അതിന്റെ പവർ, അതായത് 2ന്റെ എത്രാമത്തെ പവർ ആണോ ആ പവർ എടുക്കുക. ഈ ഫസ്റ്റ് ഡബിൾ ആവാൻ എത്ര വർഷം എടുത്തു അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത്രേ ചെയ്യാനുള്ളൂ. ഇവിടെ നമുക്ക് 8 ടൈംസ് ആവും. 8 ടൈംസ് ആകുന്ന സമയം ചോദിച്ചു. 8 ടൈംസ് എന്ന് പറഞ്ഞാൽ 2 പവർ 3 ആണ്. അപ്പൊ നമുക്ക് 3 ആണ് ആവശ്യം. 3 ഇൻറ്റു ഫസ്റ്റ് 2 ടൈംസ് ആവാൻ എത്ര വർഷം എടുത്തു? 4. ആ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര ആൻസർ കിട്ടാ? 12 ഇയേഴ്സ്. ഹെലിന കറക്റ്റ് പറഞ്ഞു. യെസ്, ഗുഡ്. ഇങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടിയിരിക്കണം. പക്ഷെ എല്ലാ പ്രാവശ്യം ചോദിക്കണമെന്നില്ല. അഥവാ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടിയിരിക്കണം. ഈ എക്സാം ഇല്ലെങ്കിൽ വേറെ എക്സാം ആണെങ്കിലും ഉപകാരപ്പെടണം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഒന്നുകൂടെ പറയാം, എത്ര ടൈംസ് ആണോ നോക്കാം. അപ്പോൾ 2 ടൈംസ് ആണെങ്കിൽ ഈ 1നെ കൊണ്ട് 4 മൾട്ടിപ്ലൈ ചെയ്യാം. 4 ടൈംസ് ആണെങ്കിൽ ഈ 2നെ കൊണ്ട് 4 മൾട്ടിപ്ലൈ ചെയ്യാം. 8 ടൈംസ് ആണെങ്കിൽ ഈ 3നെ കൊണ്ട് 4 മൾട്ടിപ്ലൈ ചെയ്യാം. 16 ടൈംസ് ആണെങ്കിൽ ഈ 4നെ കൊണ്ട് 4 മൾട്ടിപ്ലൈ ചെയ്യാം. 4 എന്ന് പറഞ്ഞാൽ ആരാ? ഈ 4 ഫസ്റ്റ് 2 ടൈംസ് അവൻ അടുത്ത വർഷം ഉണ്ടല്ലോ, അതാണ് നമ്മൾ Y ആക്കിയെടുക്കുന്നത്. ഇവിടെ 4 ആണ്. അപ്പോൾ ഇവിടെ 8 ടൈംസ് ആണ്. സോ അത് 2 പവർ 3 ആണ്. ആ 3 ഇൻറ്റു 4. ഓക്കെ, യെസ്, നെക്സ്റ്റ് വൺ. ഓക്കെ, പെട്ടെന്ന് പറയൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, കോഡിംഗ് ആണ്. എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഒന്നാമത്തെ ലെറ്റർ എങ്ങനെ ഇതിൽ ഒന്നാമത്തെ ലെറ്ററായി നോക്കുക. എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കുക. അങ്ങനെ മിക്കവാറും റിലേഷൻ ഉണ്ടാവും. ഇനി റിലേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ
ഇങ്ങനെ ഇന്റർചേഞ്ച് ഒക്കെ ആവുന്ന രീതിയിൽ, അതായത് ഒന്നാമത്തത് അവസാനം കൊണ്ടുപോയിട്ടിട്ടുണ്ടാവും, ലാസ്റ്റിലത് ഫസ്റ്റ് കൊണ്ടുപോയിട്ടിട്ടുണ്ടാവും. ഇനി ഒന്നാമത്തെ ആൾ അവസാനം കൊണ്ടുപോയിട്ട് അതിൽ തന്നെ +1 ഇട്ടിട്ടുണ്ടാവും. അതായത് അടുത്ത ലെറ്റർ ടിക്ക് പകരം ടി കഴിഞ്ഞിട്ടുള്ള യു ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ -1 ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു റിലേഷൻ ഉണ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഒന്നാമത്തെ ആൾ എങ്ങനെ ഇതിൽ ഒന്നാമത്തെ ആളായി എന്നുള്ളതാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ചിലപ്പോൾ ഉണ്ടാവും. ഇതിൽ ഒന്നാമത്തെ ആൾ ടി ആണ്. ഓക്കെ, അപ്പൊ ടി എങ്ങനെ വി ആയി എന്നുള്ളതായിരിക്കും ആദ്യം നോക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട് സ്നേഹ. ഓക്കെ, ഇവിടെ എന്താ റിലേഷൻ, എന്താ ടി എങ്ങനെ വി ആവാ? T+2 ആണ്. TUV +2 ആണ്. ഇനി ഇ എങ്ങനെ ജി ആവാ? എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? യെസ്, അതും +2 ആണ്. എ സി ആകുമ്പോൾ +2 ആണ്. യെസ്, ഇവിടെ എല്ലാം +2 ആണെന്ന് തോന്നുന്നുണ്ട്. സി എങ്ങനെ ഇ ആവുന്നു? +2 ആണ്. എച്ച് ജെ ആകുമ്പോൾ +2 ആണ്. ഈ അഞ്ചാമത്തതാണ്, ജി ഏഴാമത്താണ് +2. 6 18 T 20 +2. ഇപ്പൊ എല്ലാം +2 ആണ്. +2 നോക്കിയാൽ മതി. സ്റ്റുഡന്റിന്റെ +2 പറയുമ്പോൾ എങ്ങനെയാ? എസ് 19 അപ്പൊ 21 ആള് യു, ടി 20 22 ആള് വിക്ടറി വി, യു 21 ആളാണ് 23 എന്ന് പറയുമ്പോൾ ഡബ്ല്യു തിരിച്ചിടുമ്പോഴാണ് 3 പോലെയാവാം, 23 ഡബ്ല്യു. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആരാളെ? 3 പേരുണ്ടല്ലേ. അപ്പൊ ഇതില്ല, അപ്പൊ ഇതിനെ എലിമിനേറ്റ് ചെയ്യണം. തുടക്കത്തിൽ കട്ട് ചെയ്ത് കളയാം. അപ്പൊ 3 പേരെ നമുക്കുള്ളൂ. അടുത്തത് എഫ് വരാണെങ്കിൽ ഇത് രണ്ടും ഉണ്ടാവും, ഇയാൾ ഒഴിവാവും. ഓക്കെ, അടുത്ത ആരാണ്? ഡി. ഡി എന്ന് പറയുന്നത് 4-ാമത്തെ ആളാണ്. എഫ് ആണ് 6-ാമത്തെ ആള്. എഫ് വന്നു, അപ്പൊ ഇയാൾ കട്ടായി. ഓക്കെ, ഇനി അടുത്ത ജി എന്തായാലും ജി ആയിരിക്കും. പിന്നെ N 14-ാമത്തെ ആളാണ്. 16 എന്ന് പറയുന്നത് പി ആണ്. ഓക്കെ, പി. ഇത് കട്ടായി. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, യെസ്. അപ്പോ ഈ ഒരു മെത്തേഡ് ആദ്യം നോക്കുക. ഇങ്ങനെ കിട്ടുന്നില്ല മാത്രം പരസ്പരം റിപ്ലേസ് ചെയ്തിട്ടുള്ള മെത്തേഡ് ആണോ നോക്കാം. ഓക്കെ, ഇതൊന്നും ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാല് ഇത് കോഡിങ് അല്ലെങ്കിൽ സീരീസ് എന്നൊക്കെ പറയുന്നത് അതിൽ വലിയ തിയറി ഒന്നും പഠിക്കാനില്ല. ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലിപ്പം പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലും ചോദിക്കുന്ന ഒരു 20 ടൈപ്പ് അല്ലെങ്കിൽ 30 ടൈപ്പുകളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 10 ടൈപ്പ് കൂടുതലായി ചോദിക്കുന്നത്. ആ 10 ടൈപ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, അല്ലെങ്കിൽ 20 ടൈപ്പ് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് 20 ടൈപ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് കിട്ടും. ഇത് വലിയ സിലബസോ വലിയ കുറെ പഠിക്കാനൊന്നുമില്ല. ആ ടെക്നിക്ക് പഠിച്ചു വെച്ചാൽ ഈ ചോദ്യം വന്നാൽ ഇതെന്തായാലും ചോദിക്കാറുണ്ട് കേട്ടോ. കോഡിങ് സീരീസ് 1 2 ചോദ്യം എന്തായാലും വരാറുണ്ട്. അപ്പോ ഇതിന്റെ മാർക്ക് നമുക്ക് ഷുവർ ആയിരിക്കണം. ഒരിക്കലും ഈ മാർക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, ആ രീതിയിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു 10 20 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലും മിക്കവാറും നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇതൊരിക്കലും നമ്മൾ മിസ്സാക്കരുത്. ഇത് എന്തായാലും നമ്മൾ ചെയ്യണം. ഞാൻ ഇതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ചോദിച്ചോ. ലാസ്റ്റ് ലെറ്റർ വി അല്ലേ വരുള്ളൂ, യു വരുമോ? ലാസ്റ്റ് ലെറ്റർ വി അല്ലേ വരും, യു? വി ആണ് വരുന്നത് അല്ലെ. ടി വി ആണ് വരേണ്ടത്. യെസ്, എല്ലാത്തിലും യു ആണുള്ളത്. അത് യെസ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്, പറഞ്ഞത് കറക്റ്റ് ആണ്. എല്ലാത്തിലും വി ആ വരേണ്ടത്. ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ആണ്. എല്ലാത്തിലും വി വേറെ യു ഇട്ട് പോയതാണ്. ഓക്കെ, താങ്ക് യു. മിസ്റ്റേക്ക് ആണ്. ഓക്കെ, സോ ഇതെന്തായാലും മിസ്സാക്കരുത് കേട്ടോ, കോഡിങ് സീരീസ്. യെസ്, ഇത് യെസ് അഗൈൻ ഭയങ്കര സിമ്പിൾ ആണ്. ഭയങ്കര രസമാണ് ഈ സാധനം, ആ ലോജിക്ക് മനസ്സിലാവാണെങ്കിൽ കേട്ടോ. ലോജിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഭയങ്കര എന്തോ തേങ്ങ പോലത്തെ സംഭവമായിരിക്കും. എന്നുവെച്ചാൽ നമുക്കൊന്നും തിരിയില്ല, എന്താ സംഭവം എന്നോ എങ്ങനെ സോൾവ് ചെയ്യും നമുക്ക് അറിയില്ല. പക്ഷെ ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അപ്പോൾ ആരെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യോ? ഇതിന്റെ ഞാൻ ക്വസ്റ്റ്യൻ ഡീകോഡ് ചെയ്യാം. അതായത് എക്സാം പാസ്സാവണമെങ്കിൽ 40% മാർക്ക് വേണം. ഓക്കെ, പക്ഷെ ഇയാൾ ഫെയിലായി. അയാൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? 178. പക്ഷെ അത് പോരാ. പാസ്സാവാൻ എത്ര വേണം? 22 മാർക്കിനാണ് ഫെയിൽ ആയത്. അപ്പൊ 22 കൂടി കിട്ടിയാൽ എന്താവുള്ളൂ? പാസ്സാവുള്ളൂ. ഓക്കെ, അപ്പൊ പാസ്സാവാണെങ്കിൽ എത്ര മാർക്ക് വേണം? 178 കിട്ടി, എന്നിട്ട് ഫെയിലായി. എത്ര മാർക്കിനാണ് ഫെയിൽ ആയത്? 22. അപ്പൊ പാസ്സാവാൻ എത്ര മാർക്ക് വേണം? 178 + 22 എത്രയാണ്? 200. ഓക്കെ, അപ്പോ 200 മാർക്ക് കിട്ടിയാലോ പാസ്സാവാം എന്ന് പറഞ്ഞാൽ 40% കിട്ടിയാലോ പാസ്സാവാം. അപ്പൊ 40% എത്രയാണ്? 200 ആണല്ലോ.
ഓക്കെ, അങ്ങനെ കിട്ടി. അങ്ങനെ കിട്ടാന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിലെ പോയിന്റ്. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൽ ആൻസറിലേക്ക് എത്താൻ കഴിയില്ല. അങ്ങനെ കിട്ടിയാൽ ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ പെർസെന്റേജ് ആണ്, ക്രോസ് ചെയ്യാം. 40% എന്ന് പറയുന്നത് 200 ആണെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? മാക്സിമം മാർക്ക്. മാക്സിമം മാർക്ക് എന്ന് പറയുമ്പോൾ 100% അല്ലേ? അല്ലേ? അപ്പൊ 100% എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോ അഗൈൻ ക്രോസ് ചെയ്യാണ്. അപ്പോ 200 ഇൻറ്റു, ഈ ക്രോസ് നമ്മൾ ചെയ്ത് ശീലിച്ച നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാൻ കഴിയും കുറെയൊക്കെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇല്ലെങ്കിലും അത് ഇതിന്റെ വേറെ മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ പരമാവധി കുറവായിരിക്കും. 40% 200 കിട്ടിക്കഴിഞ്ഞാൽ 100% കിട്ടിയാൽ മതി. ഓക്കെ, എത്രയാ? ഇത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. ഈ പൂജ്യം ഞാൻ വെട്ടാണ്. ഇനി 20 എത്ര 4 പോവും? 5 പ്രാവശ്യം പോവും. 4 4 ഒരു പ്രാവശ്യം പോവും. 5 ഇൻറ്റു 100 500. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും. 500. ഓക്കെ, യാ ഗുഡ്, കുറെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ഫസ്റ്റ് പോയിന്റ് ആണ് ഇതിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 40% 200 ആണെന്ന് കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ പോയിന്റ്. ഇതേപോലെ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ഇത് അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എത്രയോ പെർസെന്റേജ് എത്രയോ ആണെന്ന് ഇത് പറയുന്നുണ്ട്. അത് കിട്ടുക എന്നുള്ളതാണ് ഇതിലെ പോയിന്റ്. നിങ്ങളൊന്ന് നോക്കി നോക്കൂ. കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ? അഞ്ഞൂറ് പറഞ്ഞ ഇതിന്റെ ആൻസർ ആണോ? അല്ലല്ലോ. നോ. ഇതിന്റെ ആൻസർ കിട്ടിയോ? ആരെങ്കിലും ഒരാളെങ്കിലും പറയണേ ഇത്. ഞാൻ മാത്രം പറയുമ്പോൾ അർത്ഥമില്ലല്ലോ. മനസ്സിലായാൽ നോക്കണ്ടേ? ആരെങ്കിലും പറയോ? യെസ്, കറക്റ്റ്. ഹെൽന സാജൻ ആൻസർ പറഞ്ഞു. എങ്ങനെ കിട്ടിയെന്ന് പറയോ ഹെൽന? ഇവിടെ 50% ലോസ് ഉണ്ട്, അതുപോലെ തന്നെ 10% പ്രോഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ആ ഒരു പ്രോഫിറ്റ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുക, ആ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 25% കിട്ടും. അപ്പം 150ന്റെ 25% എടുക്കും ഫസ്റ്റ്. ഓക്കെ, 25% ഓഫ് ആ ഒരു കോസ്റ്റിനെ എക്സ് ആയിട്ട് എടുത്തിട്ട് 25% ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 150 ആക്കി എടുത്തിട്ട് അതിനെ സോൾവ് ചെയ്യും. അപ്പം 600 കിട്ടും. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. മനസ്സിലായോ? ഓക്കെ, ഞാൻ ഇതൊന്ന് പറയാം. ഇതിൽ ഫസ്റ്റ് സെയിൽ ചെയ്ത സമയത്ത് 15% മനസ്സിലായിട്ടുണ്ടാവില്ലേ എല്ലാവർക്കും? പറയണോ? ഒന്ന് പറയല്ലേ? ഓക്കെ, ഫസ്റ്റ് സെയിൽ ചെയ്ത സമയത്ത് 50% ലോസ് ആണ്. ഓക്കെ, ലോസ് എന്ന് പറയുന്ന എപ്പോഴാ? നമ്മുടെ കോസ്റ്റിനേക്കാളും കുറഞ്ഞ പൈസ കിട്ടുമ്പോഴാണ് നഷ്ടം വരുന്നത് അല്ലേ? അപ്പൊ ഇതാണ് കോസ്റ്റ് എങ്കിൽ നമുക്ക് കിട്ടിയത് ഇത്രയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ലോസ് എത്രയാണ്? ലോസ് എന്ന് പറയുന്നത് 15% ലോസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. സെല്ലിംഗ് പ്രൈസ് ഇതാണ്. ഓക്കെ, ഇനി ഒരു പറയുന്നത് 150 രൂപ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ, അതായത് അതിന്റെ പ്രൈസ് 150 രൂപ കൂടുതൽ കൂട്ടിയിരുന്നെങ്കിൽ, ഓക്കെ, അപ്പോ അപ്പൊ നിലവിലെ സെയിലിംഗ് പ്രൈസും ഇനി ആ ഒരു 150 കൂടുതൽ കൂട്ടിയാലുണ്ടാകുന്ന സെയിലിംഗ് പ്രൈസും തമ്മിൽ വ്യത്യാസം 150 ആണല്ലോ. അത് നിലവിലേക്കാൾ 150 രൂപ കൂടുതൽ കൂട്ടിയിട്ടാണ് വിൽക്കുന്നതെങ്കിൽ, ഓക്കെ, നമ്മുടെ ലാഭം കിട്ടുമായിരുന്നു. അതായത് കോസ്റ്റും കവർ ചെയ്യും, നമുക്ക് കുറച്ച് ലാഭവും കിട്ടും. എത്ര ലാഭം കിട്ടും? 10% ലാഭം കിട്ടും. ഓക്കെ, അതായത് നമ്മൾ ഇപ്പൊ സെയിൽ ചെയ്തതിനേക്കാളും 150 രൂപ കൂടുതൽ കൂട്ടി വിറ്റിരുന്നെങ്കിൽ നമുക്ക് 10% ലാഭമായേനെ.
നിലവിൽ 15% നഷ്ടമാണ്, അത് 10% ലാഭത്തിലേക്ക് മാറിയായിരുന്നു. അപ്പൊ ആകെ എത്ര പെർസെന്റേജ് മാറ്റമുണ്ട്? ഈ 15%ഉം ഈ 10%ഉം ആകെ 25%ന്റെ മാറ്റമുണ്ട്. ആ മാറ്റം എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 150 രൂപയാണ്. ഇത് ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ ചോദിക്കുന്നത് ഒറിജിനൽ കോസ്റ്റ് പ്രൈസ്. ഒറിജിനൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100%. ഓക്കെ, അതിൽ 10% ലാഭത്തിന് വിൽക്കാന്ന് പറയുമ്പോൾ എത്രക്കാണ് വിൽക്കുന്നത്? 110%-ത്തിനായിരിക്കും വിൽക്കുന്നത്. ഓക്കെ, ഇനി 20% ലാഭത്തിന് വിൽക്കുമ്പോൾ 120%-ത്തിനാണ് വിൽക്കുന്നത്. ഓക്കെ, ഇനി 20% നഷ്ടത്തിനാണ് വിൽക്കുന്നതെങ്കിൽ എത്രക്ക് വിൽക്കുന്നത്? 80%-ത്തിനാണ് വിൽക്കുന്നത്. കാരണം നമ്മുടെ ബേസ് എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. കോസ്റ്റ് എപ്പോഴും 100% ആയിരിക്കും. ഓക്കെ, നമുക്ക് കാണേണ്ടത് കോസ്റ്റ് പ്രൈസ് ആണ്. 100% ആണ് കാണേണ്ടത്. ഓക്കെ, 100% കാണണം. ക്രോസ് ചെയ്യുകയാണെങ്കിൽ 100 ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ 25. 25-ൽ 25 ഒരു പ്രാവശ്യം, 100-ൽ 25 4 പ്രാവശ്യം. 4 ഇൻറ്റു 150 എന്ന് പറയുമ്പോൾ 600 ആണ്. 600. ഓക്കെ, മനസ്സിലായോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്, 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 യെസ്. താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. ഇതിന്റെ ഒരു ഇനീഷ്യൽ പോയിന്റ് ഉണ്ടല്ലോ, അതായത് 25% ആണ് 150 എന്നുള്ളത്. അത് കിട്ടാന്നുള്ളതാണ് നമ്മുടെ കാര്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിൾ ആണ്. അപ്പൊ അത് കിട്ടണമെങ്കിൽ നമുക്ക് ഈ കാര്യം മനസ്സിൽ ഓടണം. അതായത് സെല്ലിംഗ് പ്രൈസ്, അപ്പോൾ അതിനേക്കാളും 15% നഷ്ടം വന്നു. അപ്പൊ സെയിൽ ചെയ്തത് എത്രക്കാണ്? 85%-നാണ്. അപ്പൊ സെൽ ചെയ്യുന്നത് 15% കുറവിലാണ്. അത് 10% കൂട്ടി വെക്കുമ്പോൾ ഇവിടെ ഒരു 10% ഉണ്ട്. അപ്പൊ ആകെ 25%, അത് 150 രൂപയാണ് എന്നുള്ള ഒരു ഐഡിയ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ പോയിന്റ്. ഓക്കെ, ഓക്കെ, ഇതൊന്ന് നോക്കൂ. മനസ്സിലായോ? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്താ ഇതിൽ ഉദ്ദേശിക്കുന്നത്? ഇത് ആക്ച്വലി സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിൽ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇതിൽ ഞാൻ ട്രീ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇതിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു സെർട്ടൻ പ്രിൻസിപ്പിൾ, ഒരു പ്രിൻസിപ്പിൾ എത്ര പറയുന്നില്ല, ഒരു സെർട്ടൻ പ്രിൻസിപ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ പ്രിൻസിപ്പിൾ 10% ഇവിടുത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നുണ്ട്. 10%. ഓക്കെ, 4 വർഷത്തേക്ക് എന്ന് പറയുന്നുണ്ട്. 4 ഇയേഴ്സ്. ഓക്കെ, അതായത് ഒരു വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ 10% ആണെങ്കിൽ അത് 2 വർഷത്തേക്ക് 20% ഓക്കെ, 20% ആണ്. 3 വർഷത്തേക്കാണെങ്കിൽ 30% അത് പ്രിൻസിപ്പളിന്റെ 30%. 4 വർഷത്തേക്കാണെങ്കിലോ അത് പ്രിൻസിപ്പളിന്റെ 40% ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം കേട്ടോ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെയല്ലേ വരിക. ഓക്കെ, അപ്പോ ഇതിൽ പറയുന്നത് ഒരു സെർട്ടൻ പ്രിൻസിപ്പിൾ 4 വർഷം കൊണ്ട് 10% പെർ ആനം ആണെങ്കിൽ കിട്ടുന്ന ഒരു എമൗണ്ട്, ആ എമൗണ്ട് എത്ര നമുക്കറിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, അതെന്തായാലും പ്രിൻസിപ്പിളിന്റെ 40% മാത്രം അറിയാം. എമൗണ്ട് നമുക്കറിയില്ല. ഓക്കെ, പ്രിൻസിപ്പിളിന്റെ 40% മാത്രം അറിയാം. ഓക്കെ, അപ്പൊ ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഈസ് എക്സാക്ട്ലി ഹാഫ് ഓഫ് അത്
പകുതിയാണ്. ഏതിന്റെ പകുതിയാണ്? 1000 രൂപക്ക് 2 വർഷം കൊണ്ട് 20% ഇൻട്രസ്റ്റ് റേറ്റിന് കിട്ടുന്ന പൈസയുടെ പകുതിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്ത്? 1000 രൂപക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 2 വർഷം കൊണ്ട് കിട്ടുന്ന പൈസ 20% ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ കിട്ടുന്ന പൈസ എത്ര നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതിന്റെ പകുതി നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന 40% എത്ര നില കിട്ടും. മനസ്സിലായോ? അതായത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ 4 വർഷം കൊണ്ട് 10% ആകുമ്പോൾ കിട്ടുന്ന പൈസ ഇപ്പൊ 40% ആയിരിക്കും. അത് എത്ര നമുക്ക് അറിയില്ല. ഇത് കിട്ടാനുള്ള മാർഗം എന്താണ്? 1000 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 2 വർഷം 20% പലിശയാണെങ്കിൽ കിട്ടുന്ന പൈസ എത്രയാണോ അതിന്റെ പകുതിയാണ് ഇത്. അപ്പൊ നമുക്ക് ഇത് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് പ്രിൻസിപ്പിൾ കിട്ടുമല്ലോ. പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചത്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 100% ആയിരിക്കുമല്ലോ. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 1000 രൂപക്ക് 2 വർഷം കൊണ്ട് 20% ഇൻട്രസ്റ്റിൽ എത്ര കിട്ടും എന്നുള്ളത് നമുക്ക് കാണണം. ഓക്കെ, ഞാൻ ഇവിടെ ട്രീ മെത്തേഡ് പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. എന്തായാലും ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ ചെയ്യാം. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് മാത്രം ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ചിത്രം വരക്കുന്ന മാത്രമുള്ള ഒരു പരിപാടിയാണ് ട്രീ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് എന്താന്ന് പറഞ്ഞാൽ, ഓക്കെ, എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? പ്രിൻസിപ്പിൾ ചെയ്താ 1000 രൂപ. ഓക്കെ, 1000 രൂപയാണ് നമ്മുടെ പ്രിൻസിപ്പിൾ കേട്ടോ. എത്ര വർഷം ഉണ്ടോ അത്രയും ബ്രാഞ്ചസ് വേണം. ഇവിടെ 2 വർഷമുള്ള 2 ബ്രാഞ്ച് മതി. ഓക്കെ, ഒന്നാമത്തെ വർഷം എത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവുക? ഒന്നാമത്തെ വർഷം 20%. അപ്പൊ ഒന്നാമത്തെ വർഷം നമുക്ക് പ്രിൻസിപ്പിൾ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. അതിന് 1000-ന് 20% എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇത് 400 രൂപയാണ്. ആണല്ലോ. 10% എന്ന് സോറി 200 രൂപയാണ് അല്ലെ. സോറി, 10% എന്ന് പറയുമ്പോൾ 100 രൂപയാണ്. 1000-ന് 10% 100 രൂപയാണ്. 1000-ന് 20% എന്ന് പറയുമ്പോൾ അത് 200 രൂപയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ വർഷത്തിലേക്ക് വരുമ്പോൾ, രണ്ടാമത്തെ വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഏതൊക്കെ പലിശ ഉണ്ടാവും? പ്രിൻസിപ്പിളിന്റെ മേലൊരു പലിശ ഉണ്ടാവും. അതെത്രയാണ്? 200 നമ്മൾ എഴുതാം. ഒന്നാമത്തെ വർഷം എന്തായാലും പ്രിൻസിപ്പിളിന്റെ പലിശയുണ്ട്, പ്ലസ് രണ്ടാമത്തെ വർഷമാണ്, പ്ലസ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള ഇൻട്രസ്റ്റിനും പലിശയുണ്ട്. അപ്പൊ 200 രൂപക്കും 20% പലിശയുണ്ട്. 200 രൂപയുടെ 20% എത്രയാണ്? 200 രൂപയുടെ 10% 20 20% എന്ന് പറയുമ്പോൾ 40. ഓക്കെ, ഓക്കെ, ഇത്ര എഴുതുക. ഇത് മനസ്സിലായോ? 1000 രൂപ പ്രിൻസിപ്പിൾ, 2 വർഷമുണ്ട്. അപ്പൊ 2 ബ്രാഞ്ചുകൾ ഞാൻ വരച്ചു. ഫസ്റ്റ് ബ്രാഞ്ചിൽ എന്ത് ചെയ്തു? പ്രിൻസിപ്പിളിന്റെ 20%, അതായത് 200 രൂപയാണ്. രണ്ടാമത്തെ വർഷം എന്ത് വരും? പ്രിൻസിപ്പിളിന്റെ 20% 200 രൂപ, പ്ലസ് കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള പലിശയായിട്ടുള്ള 200 രൂപയുടെ 20% 40 രൂപ. ഓക്കെ, അപ്പോ ഈ താഴെ ഭാഗത്തുള്ളതാണ് നമ്മുടെ പലിശ എന്ന് പറയുന്നത്. ഇത് മൊത്തം കൂട്ടിയാൽ 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. ഇത് എത്ര കിട്ടുക? 200 പ്ലസ് 200 പ്ലസ് 40 എത്ര കിട്ടും? 440 എന്ന് കിട്ടും. അതായത് 1000 രൂപക്ക് 2 വർഷം കൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 20% പലിശക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 440 ആണ്. ഇതിന്റെ പകുതിയാണല്ലോ ഈ എമൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞത്? 4 വർഷം 10% 40%. ആ എമൗണ്ട് എന്താണ്? ഈ എമൗണ്ടിന്റെ പകുതിയാണ്. അത് 440ന്റെ പകുതിയാണെന്ന് പറയുമ്പോൾ എത്രയാ? 220 ആണ്. ഓക്കെ, ഓക്കെ, ഇത് 220 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണല്ലോ. എന്താ എളുപ്പം? എന്താ അത്? നമുക്ക് വേണ്ടെന്താ? പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ 100% ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത് ക്രോസ് ചെയ്താൽ മതിയല്ലോ. 100 ഗുണിക്കണം 220 ഡിവൈഡ് ബൈ 40. ഇത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 0 വെട്ടുക, 0 വെട്ടുക, സിംപ്ലിഫൈ ചെയ്യാട്ടോ. ഇനി 4-ൽ 2 2 പ്രാവശ്യം പോവും. 22-ൽ 2 11 പ്രാവശ്യം പോവും. 2-ൽ 2 ഒരു പ്രാവശ്യം പോവും. 100-ൽ 2 50 പ്രാവശ്യം പോവും. 50 × 11 എന്ന് പറയുമ്പോൾ എത്രയാ? 50 × 11 550 അല്ലേ? ആൻസർ എത്രയാണ്? 100% എന്ന് പറയുന്നത് 550 ആണ്. ആൻസർ 550. പ്രിൻസിപ്പിൾ 550. ഇത് മനസ്സിലായോ? യെസ് ഓർ നോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. യെസ് ഓർ നോ?
എല്ലാവരും പോയോ? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം, യെസ് ആണെങ്കിൽ പറയാം, നോ ആണെങ്കിൽ പറയാം. ഓക്കെ, 9-4. യെസ് യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇതൊന്ന് ചെയ്യും. ഞാൻ ചെയ്യൂല, നിങ്ങൾ ചെയ്യണം. പറയൂ. ചോദ്യം മനസ്സിലായോ? മുപ്പത്തിരണ്ട്. 32ആണോ? ഡിസ്കൗണ്ട് അല്ലേ? That substitute a consecutive double system that chain. 32ആണോ? ബാക്കിയുള്ളവർ പറയട്ടെ. ആണ് ആൻസർ. ഹെൽന സാജൻ പറഞ്ഞിട്ടുണ്ട് 28. 28 ആണ് ആൻസർ. എങ്ങനെ അത്? ഹെൽനക്ക് ഇത് പറയാൻ കഴിയോ? x plus y minus x into y by 100 ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് അതിനകത്തേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ 20 plus 10 minus 20 into 10 by 100 വരും. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ 28. ഗുഡ്. സോ അതൊരു നല്ല മെത്തേഡാണ്. വൺ മോർ തിങ് എനിക്കിതിൽ പറയാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാല് ടോട്ടല് 100. ടോട്ടൽ നമ്മൾ 100 എടുക്കുക. ഓക്കെ, അത് പ്രൈസിനെ നമ്മൾ 100 എടുക്കുക. ഓക്കെ, അപ്പോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, പിന്നെ കണ്ടിന്യൂസ് ഡിസ്കൗണ്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രൈസ് കൂട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സിംഗിൾ മെത്തേഡാണ്. അപ്പോൾ ഇതിൽ ഇനീഷ്യലി നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു. എത്ര കൊടുത്തു? 20% കൊടുത്തു. ഓക്കെ, ഓക്കെ, ഇനീഷ്യൽ 20% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോ 20% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രയായിട്ട് മാറും നമ്പർ? 80 ആയിട്ട് മാറും. 80/100 ഇൻറ്റു. അപ്പോൾ ഈ ഒരു നമ്പറിന് നമ്മൾ പിന്നെയും ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ ഇതിനെ പിന്നെ എന്ത് ചെയ്യാം? ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 10% ഡിസ്കൗണ്ട് കൊടുത്തു. 10% ഡിസ്കൗണ്ട് കൊടുത്താൽ നമ്പർ എത്രയായി മാറും? 90/100 ആയിട്ട് മാറും. ഓക്കെ, എനിക്ക് കിട്ടുന്നതാണ് അതിന്റെ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്. നമുക്ക് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 0000 കട്ട് ചെയ്യാം. 0000. 9 into 8 എന്ന് പറയുന്നത് 72 ആണ്. അതായത് ഇപ്പം ഇനീഷ്യലി ഉള്ളതിന്റെ 72%-നാണ് ഇപ്പൊ വിൽക്കുന്നത്. അപ്പൊ ഡിസ്കൗണ്ട് എത്രയാണ്? 100 മൈനസ് 72. 28. ഈ ഒരു മെത്തേഡ് പഠിച്ചാൽ നമുക്ക് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ വരില്ല. ഇങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആലോചിച്ച് വെക്കുക. 10% 20% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ എത്രയുണ്ടാവും? 100 രൂപയുടെ സാധനം എത്രയുണ്ടാവും? ഇപ്പൊ 80 രൂപയായിട്ടുണ്ടാവും. ഓക്കെ, ഡിസ്കൗണ്ട് കൊടുത്ത് എത്രയാണ്? 20. ഇനി 80 രൂപയാണല്ലോ ഇപ്പോഴുള്ള സാധനത്തിന്റെ വില. അതിന് എഗെയിൻ 10% ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് 8 രൂപയായിരിക്കും. അതിന് 10% ഡിസ്കൗണ്ട് കൊടുക്കുക. 20 + 8 28. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഞാൻ ഈ ഒരു മെത്തേഡ് പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാം. ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ
നമ്മൾ പ്രൈസിനെ 100 ആക്കി എടുക്കുകയാണ്. ഇൻറ്റു 20% ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടാവുക? 80%. അപ്പൊ 80/100 ഇൻറ്റു 10% ഡിസ്കൗണ്ട് കൊടുത്താൽ 90/100. ഇനി അടുത്തതിൽ 10% കൂട്ടി വെക്കുകയാണെങ്കിൽ 110/100. അപ്പൊ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് കിട്ടും എത്ര രൂപക്കാണ് വെക്കുന്നത് എന്നുള്ളത്. 72 രൂപക്കാണ് വെക്കുന്നത്. അപ്പൊ 100 രൂപയുടെ സാധനം 72 വെക്കുകയാണെങ്കിൽ ആകെ എത്ര ഡിസ്കൗണ്ട് കൊടുത്തു? 28. അങ്ങനെ കാണാം. അതിൽ 20% എന്ന് പറയുമ്പോൾ 20 രൂപ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ 10% പറയുമ്പോൾ 8 രൂപയായിരിക്കും. അങ്ങനെ സിമ്പിൾ ആയിട്ടും കാണാം. ഓക്കെ, യെസ് യെസ്, ഇതൊന്ന് പറയും. സെയിം ആണ്. ഞാൻ പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും തോന്നുന്നു. ഇനി അല്ലാതെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യാം. അതായത് ഞാൻ മാക്സിമം ഈ സബ്ജക്റ്റിൽ അത്ര പരിചയമില്ലാത്ത ആളുകളെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. പക്ഷെ നിങ്ങൾ മിക്കവാറും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന ആളുകളായിരിക്കും, കൂടുതലും മാത്സിൽ ഐഡിയ ഉള്ള ആളുകളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഇങ്ങനെയുള്ള കേസിൽ നമ്മളതിന്റെ കോസ്റ്റ് 100 ആക്കി എടുക്കട്ടോ. അപ്പൊ കുറച്ചുകൂടി സിമ്പിൾ ആവും. കോസ്റ്റ് 100 ആക്കി എടുക്കുക. അപ്പൊ 40% എബോവ് കോസ്റ്റ് ഇടാണെങ്കിൽ എത്ര രൂപക്കാണ് നമ്മൾ സെല്ലിംഗ് പ്രൈസ് ഇടുക? അത് കാണാം. അതിനെന്ത് ചെയ്യുക? ആ പ്രൈസിന് 20% ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ നമ്മൾ ഇനീഷ്യലി കോസ്റ്റ് ആയിട്ടുള്ള 100 ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. 12 ആണോ? ട്വന്റി എയ്റ്റ് പറയുമ്പോൾ 12 ആയിരിക്കും അല്ലേ? യെസ്, ഓക്കെ. ഇപ്പൊ 100 രൂപയുടെ സാധനം 40 രൂപ കൂട്ടി 40% കൂട്ടി 140 വെക്കുകയാണ്. അതിന് 20% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 140 ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ എത്ര? 10% 14 20% 28 ആണ്. 28 രൂപ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇത് കുറക്കാണെങ്കിൽ എത്ര കിട്ടും? 112 കിട്ടും. ഓക്കെ, ഇപ്പൊ 100 രൂപയുടെ സാധനം 112 വിൽക്കുകയാണെങ്കിൽ ലാഭം എത്രയാണ്? 12%. 12 രൂപയാണ് 12%. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ത് ചെയ്യാ? 100 എന്നുള്ളത് 100, അതായത് 100 ആക്കി എടുക്കുക. ഓക്കെ, 100% എന്ന രീതിയിൽ എടുക്കുക. ഓക്കെ, നമ്മുടെ സമയം എന്തായി? ഓക്കെ, ഇതൊന്ന് പറയൂ. ഫാത്തിമ റിൻഷ പറഞ്ഞിട്ടുണ്ട് 12. യെസ്, ഇതിന് ആൻസർ എന്ന് പറയും. ഇതിന്റെ ലോജിക്ക് പറയട്ടോ. ലോജിക്ക് എന്താ? ഒരു സാധനം 1440 രൂപക്ക് വിൽക്കുമ്പോൾ അയാൾക്ക് എന്താ സംഭവിക്കുന്നത്? 10% നഷ്ടം സംഭവിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ കോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ എത്ര ശതമാനത്തിനാണ് ഇയാൾ വിൽക്കുന്നത്? അത് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 100 ആക്കിയിട്ടാണ് എടുക്കുന്നത്. 100%. 100. അപ്പൊ വിൽക്കുന്നത് 10% നഷ്ടം ഉണ്ടെങ്കിൽ എത്രക്കാണ് അയാൾ വിൽക്കുന്നത്? 90%-നാണ് വിൽക്കുന്നത്. ചോദ്യം എന്താ? ഓക്കെ, 10% മാർജിൻ കിട്ടുകയാണെങ്കിൽ എത്രക്ക് വിൽക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 90%-ന് വിൽക്കുന്നുണ്ട് അല്ലെ? അപ്പൊ 90% എന്ന് പറയുമ്പോൾ എത്ര രൂപയാ? 1440 രൂപയാണ്. ഓക്കെ, 1440 രൂപ എന്ന് പറയുന്നത് 100% ആണോ? കോസ്റ്റ് ആണോ? അല്ല. എന്ത് മാത്രമാണ്? 90% മാത്രമാണ്. ഇവിടെ ചോദിക്കുന്നത് എന്താ? 10% മാർജിൻ കിട്ടണമെങ്കിൽ 100%-ന് വിറ്റാൽ മതിയോ? പോരാ. 100% എന്ന് പറഞ്ഞാൽ കോസ്റ്റ് മാത്രമാണ്. 10% മാർജിൻ വേണമെങ്കിൽ 110%-ന് വിൽക്കണം. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ പോരെ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? ഓക്കെ, ഇവിടെയാണ് ഞാൻ പറഞ്ഞ മറ്റേ കാര്യം. സിംപ്ലിഫൈ ചെയ്യാനുള്ള മാർഗം എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇവിടെ ക്രോസ് ചെയ്യാം, ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 1400 ഇത് നോക്ക്. 1440 ഇൻറ്റു 110 എന്നൊക്കെ പറയുമ്പോൾ വലിയ നമ്പർ അല്ലേ?
അല്ലേ? നമുക്ക് തന്നെ പേടിയാന്നില്ലേ? അപ്പോൾ ഇങ്ങനെ നമ്പർ വന്നാലും ക്രോസ് ചെയ്യുമ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ ഒരു മാർഗം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഉള്ള ചരിത്രം. അപ്പൊ ഇതിൽ സിംപ്ലിഫൈ ചെയ്യാണ്, 0 0 കട്ടിയാണ്. 144 9 കട്ട് ചെയ്യാൻ കഴിയുമോ? 1760 പറഞ്ഞിട്ടുണ്ട് ഹെൽന അഗൈൻ. ഇത് കട്ട് ചെയ്യാൻ കഴിയുമോ? കഴിയും. എത്രയാണ്? 144 90 പ്ലസ് 45 135 135 പ്ലസ് 9 144 എന്ന് പറഞ്ഞാൽ 15 1 16 16. ഓക്കെ, 1 16 × 110 16 × 110 ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ 10 × 110 എന്ന് പറയുമ്പോൾ 1200, 5 × 110 എന്ന് പറയുമ്പോൾ 550, 1 × 110 എന്ന് പറയുമ്പോൾ 110, 6 7 1 1760 ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, യെസ്, ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്, താങ്ക് യു. യെസ്, ഒന്നുകൂടി പറയാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു സാധനം 1440 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടം വന്നു. 10% നഷ്ടം എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ കോസ്റ്റ് നമ്മുടെ 100% ആണല്ലോ. കോസ്റ്റ് എന്ന് പറയുന്നത് സോറി, എന്തോ പ്രശ്നമുണ്ട്. കോസ്റ്റ് എന്ന് പറയുന്നത് 100%. ഓക്കെ, അപ്പോ 10% നഷ്ടം വന്നെന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റിന് പോലും കിട്ടിയില്ല എന്നുള്ളതല്ലേ? അപ്പോ 100%-ത്തിനാണ് വിറ്റത്. കോസ്റ്റ് 100% ആണെങ്കിൽ 100%-ത്തിനാണ് വിറ്റത്? അല്ല, നഷ്ടം വന്നിട്ടുണ്ട്. അപ്പൊ എത്രക്കാണ് വിറ്റത്? 90%-നാണ് ഇയാൾ വിറ്റത്. അതായത് കോസ്റ്റിന്റെ വെറും 90% ഇയാൾക്ക് വിറ്റപ്പോൾ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? 10% നഷ്ടം വന്നു എന്നുള്ളതാണ്. അപ്പൊ 90% 10% നഷ്ടത്തിന് വിറ്റപ്പോൾ ഉള്ള എമൗണ്ട് എത്രയാണ്? 1440 ആണ്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഇനി അവര് അടുത്ത് ചോദിക്കുന്നത് 10% ലാഭം കിട്ടണം എന്നുണ്ടെങ്കിൽ 10% ലാഭം എന്ന് പറയുന്നത് കിട്ടുന്ന എപ്പോഴാണ്? 100%-ത്തിന് വിൽക്കുമ്പോൾ ലാഭം ഉണ്ടോ? ഇല്ല, കാരണം അത് കോസ്റ്റ് മാത്രമാണ്. 10% ലാഭം എന്ന് പറയുമ്പോൾ 100 + 10 എത്രയാണ്? 110. 110%-ത്തിന് വിൽക്കണം. ഓക്കെ, 110%-ത്തിന് വിൽക്കണം. ഇത് നമ്മൾ മുന്നേ പറഞ്ഞ പെർസെന്റേജിലെ ക്രോസ്, അഗെയിൻ ക്രോസ്. ഓക്കെ, മോർ കൺഫ്യൂഷനിലേക്ക് പോകേണ്ടയില്ല, ഒന്നും ആലോചിക്കേണ്ടയില്ല. ഈ ഒരു സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് നമുക്കറിയില്ല, 100% നമുക്കറിയില്ല. പക്ഷെ അതിന്റെ 90% നമുക്കറിയാം, 1440. ഓക്കെ, അപ്പൊ ഒരു 90% അറിയെങ്കിൽ നമുക്ക് 110% കാണാൻ കഴിയും. ഓക്കെ, ഇതേപോലെ ഇതാ നമ്മൾ ക്രോസ് ചെയ്യാം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാ? 1440 × 110 ഡിവൈഡഡ് ബൈ 90. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 1760 കിട്ടും. എങ്ങനെയെന്ന് ചോദിച്ചാൽ സിംപ്ലിഫൈ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അതായത് 0 0 ഇവിടുന്ന് വെട്ടുന്നു, പിന്നെ 9ഉം ഇതും സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ 0 അപ്പുറത്തെ വെട്ടിയത്, ഈ കേസിൽ 160 വരും. 160 × 11 ചെയ്താൽ 1600, 160 × 10 ഇനി പ്ലസ് 160 കൂടെ വരുമ്പോൾ 1760. ആൻസർ ഇത് കിട്ടും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി DAന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, DA സമയം കഴിഞ്ഞോ? ഇല്ലല്ലോ. DAന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 5 ചോദ്യം എന്തായാലും DA വരും, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വരും. ഓക്കെ, 5 ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 10 മാർക്കാണ്. 10 മാർക്ക് പറഞ്ഞാൽ ചെറിയ മാർക്കല്ല. സോ ഇതെന്താ നമുക്ക് കിട്ടണം. കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോ പുതിയതായിട്ടൊന്നുമില്ല. ഇതിലുണ്ടാവും റേഷ്യോ, പെർസെൻറ്റേജ്, പ്രോഫിറ്റ്, ഈ ആവറേജ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നാമത് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ എത്ര പേടിക്കുന്ന സാധനമാണെങ്കിലും എനിക്കിത് ചെയ്യാൻ പറ്റും നമ്മളങ്ങ് വിചാരിക്കാം. ഓക്കെ, കാരണം നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും തലയിൽ കയറില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെയോ കാണാം, വലിയ വലിയ നമ്പേഴ്സ്, പെർസെൻറ്റേജ് കാണാം.
പക്ഷെ നമ്മൾ പേടിക്കാതിരിക്കുക. ഇങ്ങനത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയും, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തൊന്നും ചോദിക്കൂല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, മൈൻഡ് സെറ്റ് അതിന് സെറ്റ് ചെയ്യുക. അതാണ് ഒന്നാമത് വേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പതുക്കെ വായിക്കുക, അത് മനസ്സിലാക്കി വായിക്കുക. എന്താ ചോദ്യം എന്ന് ആദ്യം മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ലാബ് ഉണ്ട്. അതായത് 5 ലാബുകളെ പറ്റി പറയുന്നുണ്ട്. ടോട്ടൽ ക്യാപിറ്റൽ അസറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഒരു അസറ്റ് ആകെ അവർക്ക് എത്രയാണ് അവർ അസറ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ആ അസറ്റിൽ എത്ര പെർസെന്റേജ് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മിക്കവാറും നമുക്ക് 2-3 കോൺസെപ്റ്റ് മിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കേണ്ട കാര്യമായിരിക്കും ഇതിലുണ്ടാവുക. അതായത് പെർസെന്റേജ് മാത്രം മതിയാവില്ല, ചിലപ്പോൾ റേഷ്യോ വേണ്ടി വരും, ചിലപ്പോൾ ഏവറേജ് വേണ്ടി വരും. അപ്പൊ ഇതൊക്കെ മിക്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഈ ചോദ്യത്തിലേക്ക് നോക്കുക. അപ്പൊ ഇതില് ഏത് ലാബാണോ അവരുടെ പൈസയുടെ അവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അത് ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ചെലവാക്കിയത് ആരാണ് എന്നല്ല ചോദ്യം. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ആര് ചെലവാക്കി എന്നുള്ളതല്ല ചോദ്യം. പിന്നെന്താ ചോദ്യം? ലാർജസ്റ്റ് നെറ്റ് റോ ക്യാഷ് വോളിയം, ക്യാഷിന്റെ വോളിയം ആര് കൂടുതൽ ചെലവാക്കി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൂടുതൽ പൈസ ആര് ചെലവാക്കി എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ കൺഫ്യൂഷൻ ആവരുത്. ടെൻഷൻ വന്നാൽ കൺഫ്യൂഷൻ വരും. ഓക്കെ, ടെൻഷൻ വരരുത്, കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, സമാധാനത്തിൽ വായിക്കുക, റിലാക്സ് ആയിട്ട് വായിക്കുക. എന്താണ് കറക്റ്റ് ചോദിച്ചതെന്ന് മനസ്സിലാക്കുക. മിക്കവാറും ഇവിടെ തെറ്റുന്നതാണ്. നമ്മൾ എഴുതിയത് കറക്റ്റ് ആൻസർ ആയിരിക്കും, പക്ഷെ അതായിരിക്കില്ല ചോദിച്ചിട്ടുണ്ടാവുക. അതായത് ഈ കേസിൽ നിന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഏറ്റവും കൂടുതൽ അതായത് ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റത്തിന് വേണ്ടി ചെലവാക്കിയത്, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെലവാക്കിയത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെലവാക്കിയത്. അപ്പൊ കൂടുതൽ ആരാ ചെലവാക്കിയത് എന്നുള്ളതാണ് ചോദ്യം. ലാർജസ്റ്റ് എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ആരാ നമ്മൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും. 50% ഇയാൾ കൂടുതൽ. ലാബ് 3 നമ്മൾ ആൻസറിലേക്ക് പോകും. ഓക്കെ, അപ്പോ ടെൻഷൻ ആയാൽ ഇങ്ങനെ സംഭവിക്കുക. സോ എന്ത് ചെയ്യുക, നമ്മൾ ടെൻഷൻ ആവാതിരിക്കുക. എന്താണ് കറക്റ്റ് ചോദിച്ചതെന്ന് മനസ്സിലാക്കുക. ഇവിടെ എന്താ ചോദിച്ചത്? ലാർജസ്റ്റ് നെറ്റ് റോ ക്യാഷ്, കൂടുതൽ വോളിയം, ക്യാഷിന്റെ വോളിയം ആരാണ് കൂടുതൽ. അപ്പോ പറ്റുമെങ്കിൽ നോട്ട്ബുക്ക് എടുക്കുക. 5 ചോദ്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഓരോന്നിലും പിന്നെയും പിന്നെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് നമുക്ക് റഫ് ഷീറ്റിൽ നമ്മൾ ആദ്യം ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് റഫായിട്ട്, വലിയ കോണം വരയ്ക്കാനല്ല പറയുന്നത്, റഫായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ. 80,000 40% എത്രയാണ്? എത്രയാ? 80,000-ന് 40% എത്രയാ? 10%. 8,000. 8 × 4 32. 32,000 ഇത്. 32,000. യെസ്, ഇത് നോട്ട് ചെയ്ത് അവിടെ വെക്കുക. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിന് മാത്രമല്ല അടുത്തൊരു ചോദ്യത്തിനും കൂടെ ഇത് ഉപകാരപ്പെടും. ഓക്കെ, ഇത് എത്രയാണ്? 1/20-ന്റെ 25%. 25% എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 1/4 ആണ്. ഓക്കെ, 1/4 എന്ന് പറയുമ്പോൾ 30,000. യെസ്, ഗുഡ്. അടുത്തത് 60,000-ന്റെ 30%, 50%. അഗെയിൻ പകുതി, 30,000. ഇത് എത്രയാണ്? 20 lakhs-ന്റെ 15%. 20 lakhs ആണ്. 10% എന്ന് പറയുമ്പോൾ തന്നെ 2 lakhs ആയി അല്ലേ? അപ്പം എത്ര വരിക? 20 lakhs എന്നുള്ളത് ആണല്ലോ. യെസ്, 20 lakhs-ന്റെ 15% എന്ന് പറയുമ്പോൾ 2 lakhs, 3 lakhs അല്ലേ വരിക? 3 lakhs അല്ലേ? എനിക്ക് തെറ്റാണോ? 3 lakhs ആകെയുള്ളത് 20 lakhs ആണ്. അതിന്റെ 15% എന്ന് പറയുമ്പോൾ യെസ്. ഓക്കെ, ഇനി 1.5 ലക്ഷത്തിന് 30% എന്ന് പറയുമ്പോൾ എത്രയാ? 10% എന്ന് പറയുമ്പോൾ 17,000, 45,000 ആൻസർ വരെ അല്ലെ? അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാ? നമുക്കറിയാം 3 ലക്ഷമാണ്. ഓക്കെ, 3 lakhs ആണ് ഇതിന് ആൻസർ. ഏതാണ്? ലാബ് 4, ഓപ്ഷൻ ബി. യെസ്. ഓക്കെ, അപ്പോ ഈ സാധനം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതിന്റെ മെച്ചം എന്താ? അടുത്ത ചോദ്യം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം. യെസ്, അപ്പോ ഈ ചോദ്യം നോക്കുക. ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? അഗെയിൻ ചോദിച്ചെന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കുക. അത് പകുതി വായിച്ചിട്ട് ആൻസറിലേക്ക് പോകാതിരിക്കുക. ഇവിടെ പറയുന്നത് ഡിസ്കവർ നെറ്റ് ക്യാഷ് ബഡ്ജറ്റ് റിസർവ് ലിക്വിഡ് വാല്യൂ റിമൈനിങ് വിത്ത് ലാബ് 2.
after matching its baseline with development bills. ഓക്കെ, അതായത് ലാബ് 2ന്റെ കയ്യിൽ ബാക്കി എത്ര പൈസ ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ലാബ് 2 1.20 ഉണ്ട്, അതിൽ 30,000 ചെലവാക്കി, ബാക്കി എത്ര ഉണ്ട്? 90,000 ഉണ്ടാവും. 90,000 ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എത്ര പെർസെന്റേജ് നോക്കേണ്ട ആവശ്യമില്ല, 30,000 കയ്യിലുണ്ട്. 1.20 30,000 സിമ്പിളി കുറച്ചാൽ മാത്രം മതി, നമുക്ക് 90,000 എന്ന് കിട്ടും. ഓക്കെ, അയ്യോ പോയി, നമ്പർ പോയി, അൺഡു ചെയ്യാൻ കഴിയോ? ഇല്ല. ഓക്കെ, നിങ്ങളിൽ നമ്പർ ഉണ്ടാവില്ല അല്ലേ? What is the compound ratio of actual infrastructure cash investment executed by Lab 1 compared directly to Lab L3? അതായത് അവർ എത്ര പൈസ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്, അതിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിനെ പറ്റി ചോദിക്കുന്നത്. ഓക്കെ, ലാബ് 1 എത്രയായിരുന്നു എമൗണ്ട്? 32 അല്ലേ? അല്ലേ? ലാബ് 3 എത്രയാണ്? ലാബ് 3 30 ആണ്. യെസ്. പിന്നെ റേഷ്യോ എങ്ങനെയാ പറയാ? സിംപ്ലി എന്ത് ചെയ്യാ? 32:30 അങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. 32:30 എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ഇതിനെ എന്ത് ചെയ്യണം? ചെറുതാക്കണം. എങ്ങനെ ചെറുതാക്കാം? സിംപ്ലിഫൈ ചെയ്യ എങ്ങനെയാ? എത്ര കിട്ടും? ആൻസർ പറയൂ. ആൻസർ പറയൂ. റേഷ്യോ എത്രയാണ്? 16:15 ആണ്. ചോദ്യം എന്താണ്? L1ഉം L3യും തമ്മിൽ അവര് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്ര എന്നുള്ളതാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി എത്ര ചെലവാക്കി എന്നുള്ളതാണ്. ഇത് 32 ആണ്, 30 ആണ്. 32:30 എന്ന് പറയുമ്പോൾ 16:15. യെസ്. അപ്പോ ഒരേ ഒരു സാധനത്തിൽ നിന്നാണ് നമ്മൾ പിന്നെയും ആൻസർ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതെന്താ ചോദ്യം? ചോദ്യം മനസ്സിലാക്കുക. കമ്പൈൻഡ് കളക്റ്റീവ് സ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് ബോത്ത് ലാബ്. ഓക്കെ, ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പൊ നമ്മൾ ലോജിക് അപ്ലൈ ചെയ്യണം. ഇവിടെ കമ്പൈൻഡ് കളക്റ്റീവ് സ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ്, സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് മിക്കവാറും ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. ഓക്കെ, ഇനി ഇതായിരിക്കോ? ക്യാപിറ്റൽ ആയിരിക്കോ? പക്ഷെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്തായാലും 1,00,000 മേലെ പോവല്ലോ. പക്ഷെ 1,00,000 ഇതിൽ ആൻസർ ഇല്ലല്ലോ. അപ്പൊ എന്തായാലും ഇതല്ല. ഏത് തന്നെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ് ഇവിടുത്തെ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ലാബ് L3യും L5 ആണ് പറയുന്നത് അല്ലെ? L3 30,000. L5 എത്രയാ പറഞ്ഞേ? 45,000 അല്ലേ? അത് രണ്ട് കൂട്ടി എത്ര കിട്ടും? 75 കിട്ടും. 75 ഓപ്ഷൻ എ ആണ് അല്ലെ? യെസ്, പറഞ്ഞിട്ടുണ്ട്. യെസ്, ഗുഡ്. അപ്പോ നമ്മൾ ഫസ്റ്റ് എഴുതി വെച്ചുകൊണ്ടാണ് ഇത്രയും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയത്. നമ്മൾ വേറെ രണ്ടാമത് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ സിംപ്ലി റഫായിട്ട് നമ്മൾ കള്ളി വരക്കാനോ ബോക്സ് വരക്കാനോ ഒന്നും നിൽക്കരുത്. റഫായിട്ട് എന്ത് ചെയ്യാം? ഇവിടെ എഴുതി വെക്കുകയാണെങ്കിൽ കുറെ ഉപകാരപ്പെടും. കാരണം 5 ക്വസ്റ്റ്യൻ ഉണ്ട്, 10 മാർക്ക് ഉണ്ട്. കൂടുതലും ചോദിക്കുന്ന ടേബിൾസ് തന്നെയാണ് കേട്ടോ. ഇതിലെന്താ ചോദ്യം എന്താ? അഗെയിൻ ചോദ്യം കറക്റ്റ് മനസ്സിലാക്കുക. ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ഓവറോൾ ആവറേജ് ക്യാപിറ്റൽ ഫണ്ട് വോളിയം അലോക്കേറ്റഡ് പെർ, ഇതിന്റെ ആവറേജ് ആണ്. ആവറേജ് എങ്ങനെയൊക്കെയാണ് നമുക്കറിയാലോ. എല്ലാം കൂടെ കൂട്ടുക, ഡിവൈഡ് ചെയ്യുക, നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 ഉണ്ട്. അപ്പോൾ ഇത് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ഇതല്ല, ഏതാണ്? ഇതാണ്. ഓക്കെ, മൊത്തം കൂട്ടുക. അപ്പോ കൂട്ടുമ്പോൾ എന്ത് ചെയ്യുക? എല്ലാത്തിലും 3 പൂജ്യം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി വെക്കുക. ഓക്കെ, 80ഉം 120ഉം 200, 200ഉം 60ഉം 260, 260ഉം അയ്യോ 2000, 2260, 2260ഉം 150ഉം 2360, 2410, 2410. ഒരു 3 പൂജ്യം ഉണ്ട് കേട്ടോ, മറക്കരുത്. 3 പൂജ്യം. ഓക്കെ, ഡിവൈഡഡ് ബൈ 5 എത്രയാ? 24 എത്ര 5 പോവും? 4 പ്രാവശ്യം പോവും. 20 4 ബാക്കി 41 8 പ്രാവശ്യം പോവും. ഇതന്നല്ലേ? മിസ്റ്റേക്ക് വന്നോ? മിസ്റ്റേക്ക് വന്നോ?
ആൻസർ എത്ര ഇതിന്റെ? ആരെങ്കിലും ചെയ്തോ? ആൻസർ കിട്ടിയോ? 2000, 2200, 2260, 2360, 2460, 410 ആണല്ലോ. 2410. ഓപ്ഷൻസ് തെറ്റായിരിക്കും ചിലപ്പോട്ടോ. ഓപ്ഷൻസ് തെറ്റാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്താണ്? 4. ആൻസർ കിട്ടിയൊന്ന് ടൈപ്പ് ചെയ്യോ? 41, 8, 40, 10, 2, 482, 00 കിട്ടിയിട്ടുണ്ടോ? 482. യെസ്, ഹെൽന സാജൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ തെറ്റാണ് കേട്ടോ, നോക്കണ്ട. സോറി. സോ ഓക്കെ. സോ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വരുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം ടെൻഷൻ അടിക്കാതിരിക്കുക. എന്താ ചോദിച്ചെന്ന് കറക്റ്റ് മനസ്സിലാക്കുക. ഇതിൽ ആവറേജും പെർസെൻറ്റേജും ഒക്കെ തന്നെ ചോദിക്കുന്നുള്ളൂ, അതിൽ അപ്പുറത്തേക്കൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക? കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക, കാമായിട്ടിരിക്കുക, വായിക്കുക. എന്തായാലും ഇതിന്റെ 10 മാർക്ക് കിട്ടണം. അതേപോലെ വേറെ കാര്യം എനിക്ക് പറയാനുള്ളത്, തുടക്കത്തിൽ കയറി ചെയ്യാതിരിക്കുക. കാരണം തുടക്കത്തിൽ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ട്രാറ്റജി ഉണ്ടാവും. തുടക്കത്തിൽ നമ്മൾ ഭയങ്കര ഒരു ഇതിലായിരിക്കും. അപ്പോൾ ഇതിനെന്തായാലും ഒരു 10 മിനിറ്റ് എന്തായാലും ഇത് നമ്മൾ സ്പെൻഡ് ചെയ്യും. കാരണം 10 മാർക്ക് ഉണ്ട്, 10 മിനിറ്റ് നമുക്ക് എന്തായാലും സ്പെൻഡ് ചെയ്യാം. അപ്പോ അവൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാരണം കുറച്ച് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പൊ ആ 10 മിനിറ്റ് നമുക്ക് തുടക്കത്തിൽ എന്ത് ചെയ്യില്ല, ആ 10 മിനിറ്റ് ഇരിക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല. കാരണം നമുക്ക് അറിയുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അവിടെ. അപ്പൊ എന്ത് ചെയ്യാം, ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് അറിയുന്നൊക്കെ അറ്റംപ്റ്റ് ചെയ്യാം. എന്നിട്ട് അറിയുന്നൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ട് രണ്ടാമത് തിരിച്ചു വരുമല്ലോ, ആ വരയിൽ എന്ത് ചെയ്യാം, കാമായിട്ടിരിക്കുക. ലാസ്റ്റിക്ക് വെക്കാതിരിക്കുക. ലാസ്റ്റ് നമുക്ക് ടൈം എന്തായാലും കിട്ടൂല. പക്ഷെ ഇത് നമുക്ക് ചെയ്താൽ ആൻസർ കിട്ടുന്ന സാധനമാണ്. ടൈമും കിട്ടൂല ലാസ്റ്റ് ആകുമ്പോൾ. അപ്പൊ പിന്നെ ഹറിയാവും. അപ്പൊ മിഡിലുള്ള ടൈമിൽ എന്ത് ചെയ്യുക, കാമായിട്ട് ചെയ്യുക. 5ൽ 5 കിട്ടണം, കാരണം ബേസിക് കാര്യങ്ങളാണ്. അത് നമ്മളുടെ അറ്റൻഷൻ വീക്ക് ആകുമ്പോൾ ഇതിന്റെ ആൻസർ തെറ്റും. അപ്പൊ അറ്റൻഷൻ ഒക്കെ ചെയ്ത് ഭയങ്കര കോൺസെൻട്രേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. സോ ഇതോടെ നമ്മൾ മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും കംപ്ലീറ്റ് ചെയ്യാണ്. ഇതിന് ഇനി ക്ലാസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വേണേൽ ചോദിക്കാം, ഗ്രൂപ്പിൽ ചോദിക്കാം, പിന്നെ പേഴ്സണലി വേണേൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ക്ലാസ്? മനസ്സിലായിട്ടുണ്ടോ അടുത്ത കാര്യങ്ങൾ? അല്ലെങ്കിൽ സംശയങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് പറയാം. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു.